പൂവിനെന്താ വില? മുഴത്തിന് 50 പൈസ. 50 പൈസക്ക് ഒരു കുറ്റി പുട്ട് തന്നെയല്ല. പുട്ട് തലയിൽ വെക്കാൻ പറ്റില്ലല്ലോ. എന്ത് വിലക്ക് കൊടുക്കുന്നു പറ? 40 പൈസക്ക് വേണേ തരാം. മുഴത്തിന് 4 വെച്ച് കൊടുക്കൂ? ഇല്ല, 30 പൈസക്ക് വേണേ തരാം. വേണോ? പോയല്ലേ, വലിയ ചെരുപ്പും പപ്പാസും ഒക്കെ ഇട്ട് കാറിലാ വരിക. പറയണത് പുട്ട് തിന്നണ കാര്യം. പണക്കാർക്ക് പുട്ടാവും പൂവിനേക്കാൾ വലുത്. തിന്നണ സാധനമല്ലേ വയറന്മാര്. ചന്ദ്രമണ്ഡലത്തിന്റെ മുകളിലൂടെ സൂര്യരേഖ കടന്നു പോകുന്നത് കാരണം. സൂര്യരേഖ എന്നൊന്നില്ല. നിന്റെ ജാതകത്തിൽ കാണൂല്ലേ, എരണം കെട്ടതല്ലേ. എന്റെ ജാതകത്തിലുണ്ട് സാറേ. ഇവക്കൊന്നും ഇതൊന്നും അറിഞ്ഞൂടെ, കള്ള കാക്കാത്തി. കൊച്ചു കുഴപ്പങ്ങൾക്ക് വായിരിക്കുന്നൊന്നും കേക്കരുത്. ആദിത്യൻ 3ാം സ്ഥാനത്ത് ഗുലാം ഭരിച്ചിട്ട് തലനീട്ടി നിൽക്കുകയാണ്. ക്ലാവർ ഗുലാനിട്ട് അവനെ വെട്ടി വ്യാഴം നിൽക്കുന്നിടത്തേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഉടനടി മരിച്ചു പോകും. സത്യമാണ്, സത്യം സത്യമായിട്ട് പറഞ്ഞതിനാണോ ഇയാൾ എന്നെ അടിച്ചത്? എന്റെ അമ്മൂമ്മയുടെ സത്യം. കയ്യിലിരുന്ന കാശ് വാങ്ങിയിട്ട് എന്റെ ഭാര്യ പറയില്ല. കല്യാണം കഴിക്കാത്ത എന്റെ ഭാര്യ മരിച്ചു പോകുന്ന രേഖയല്ല പൂർണ്ണിമചേരമെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. എന്താണ് ഇത്ര കിടിക്കാതിരിക്കുന്നത്? നീ ഞാനും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. നീ കള്ളി, ഞാൻ കള്ളൻ. ഇരിക്കൂ, കാശ് വെക്കൂ, കൈ നീട്ടു. ഭാവി, ഭൂതം, വർത്തമാനം എന്നിവ ഉടനടി പറഞ്ഞു കൊടുക്കപ്പെടും. കല്യാണം കഴിച്ചതാണോ, മക്കളുണ്ടോ എന്നോട് ആദ്യമേ പറയണം. ഫലം പറഞ്ഞു കേട്ട ശേഷം കാണാമണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ തല്ലിയ ഞാനും തല്ലും. എന്റെ പേര് ചക്രപാണി. എന്താ ചക്രപാണിയുടെ പണി? എന്റെ പണി ജോത്സ്യം. വേണമെങ്കിൽ നിങ്ങളുടെ മുഖം നോക്കി ഞാൻ ഒരു ലക്ഷണം പറയാം. എനിക്കറിയാം, കള്ള ലക്ഷണം. അതെ, മുഖം കവി സമാനേ, അഹം തവി കുണേശേ, ഇത്രേ കള ലക്ഷണേത്രേ. പക്ഷേ നമ്മുടെ രണ്ടുപേരുടെ മുഖത്ത് ഒരേ ലക്ഷണം എങ്ങനെ വന്നു? കൊച്ചു കൊള്ളാ. അതെന്ത് പണിയാ? എടാ,
നിന്നെപ്പോലെ ഒരുത്തിനെയാ ഞാൻ തേടി വന്നത്. നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് നിന്നാ ഇവിടെയുള്ള ജ്യോത്സ്യന്മാര് മുഴുവൻ കെട്ടുകെട്ടും. വരവ് പാതി പാതി. തല്ലിന്റെ വരവും പാതി പാതി മേടിച്ചോണം. അതും ഞാൻ ഇട്ടു. വാ പോവാ. തത്തമ്മ ഒരിക്കലും കള്ളം പറയില്ല. അത് ശരിയാ, പക്ഷെ സത്യവും പറയില്ല. തത്തമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. ആ കാശുവൈ, കാക്കാത്തി സത്യമേ പറയൂ മോനെ. എന്റെ കയ്യിൽ ആകെ 7 രൂപയേ ഉള്ളൂ. നേരം വെളുത്തിട്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. കാപ്പിക്കുള്ള 1 രൂപ വെച്ചിട്ട് ബാക്കി 6 രൂപ തരാം. മതിയോ? 5 രൂപ മതി. ആ. ആ പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അതിനുള്ള സമയം ഇപ്പൊ ഇല്ല. ഒന്ന് പറയാം, നീ ഇവിടുന്ന് പോകണ്ട. നിന്റെ നല്ല കാലം ഈ അമ്പലത്തിന്റെ നടയിന്നാ തുടങ്ങുന്നത്. ആ ബൈ രാജ ബൈ, 1 വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 4 കിട്ടും. ബൈ രാജ ബൈ, ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം. ബൈ രാജ ബൈ ബൈ, 1 വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 4 കിട്ടും. നോക്കണം, അകത്ത് കുത്തിയ കുത്തുകാരൻ ഇറച്ചി പണം പുറത്ത് വെച്ച കമ്പനിക്ക്. നോക്കണം, ഇതേമാതിരി കുത്തി കഴിഞ്ഞു. നോക്കണം, ചരട് വലിയ കമ്പനി കിട്ടി കഴിഞ്ഞ്. ആ ബൈ രാജ ബൈ ബൈ, 1 വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 4 കിട്ടും. ആ ബൈ രാജ ബൈ ബൈ, നോക്കണം. ആ ഇത് കമ്പനിക്ക് കിട്ടി കഴിഞ്ഞു. ബൈ രാജ ബൈ, എന്താണോ നോക്കിക്കണം. പോട്ടെ, എന്താ വെക്കുന്നോ? ഇത് പോ, പോലീസ് പോ, വേണിച്ച് പോകരുത്. ആ ബൈ രാജ ബൈ, എന്റെ കയ്യിൽ 2 രൂപയുണ്ട്. ആ ഇരട്ടി കിട്ടും. വെച്ചോ ഇരട്ടി വെച്ചോ. കിട്ടും. 2 വെച്ച് 4 കിട്ടും, 4 വെച്ചാൽ 8 2 കിട്ടും. പുട്ടും ഒരു ചായയും കഴിക്കാനുള്ള ആ കാശ്. കിട്ടിക്കഴിഞ്ഞാൽ 4 കൂട്ടും 4 ചായയും കഴിച്ചൂടെ? കിട്ടിയില്ലെങ്കിൽ പൂട്ടില്ല പട്ടിണി. ആ ബൈ രാജ ബൈ ബൈ രാജ ബൈ, ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം, ഏത് നേരത്തും ഏത് സമയത്തും വെക്കാം. നോക്കി കുത്തണം, സൂക്ഷിച്ച് കുത്തണം, ദേഹത്തിന് കുത്തണം, തെറ്റി പോരുത്. ആ ബൈ രാജ, പുറത്ത് കുത്തി കമ്പനി കിട്ടി. ബൈ രാജ ബൈ. അയ്യോ, എന്റെ പുട്ടും ചായ. എടാ 2 വെച്ച് 4 കിട്ടൂലേ? എന്റെ കാശില്ല. കാശില്ലെങ്കിലേ ഒരു കാര്യം, നേരെ കുളത്തിലിറങ്ങിയില്ലേ കുറച്ച് പച്ചവെള്ളം കുടിച്ചിട്ട് വായിൽ വിരലിട്ട് നേരെ നടന്നോ. ആ ബൈ രാജ ബൈ. എനിക്ക് പുട്ട് വേണം. നിർബന്ധാണോ? ആ. എന്നാലേ അതോ കാണുന്ന ചായക്കടില്ല, അവിടെ പോയിട്ട് ഇഷ്ടമാതിരി തിന്നോ. എന്നിട്ട് എന്റെ പേര് പറഞ്ഞാൽ മതി. ആ ബൈ രാജ ബൈ. എന്താ പേര്? തിരുക്കുത്ത് കുമാരൻ. തിരുക്കുത്ത് കുമാരൻ. ഞാൻ പോയി പറയും. മതി, ആ. പറഞ്ഞാ മതി. അല്ലേ? ആ ഇവരെന്ന അരി ആട്ടിയത് തന്നെ. ആ ഇരി രാജ ഇരി. ആ പോ രാജ പോ. 13, 15. ആ ഇലയും തൊലിയും കൂടെ അങ്ങ് എടുത്തരാ കുഞ്ഞെ. 15, 20, 30. അവിടെ 140. ആ ഒരു പാക്കറ്റ് ബീഡിയും ഒരു തീപ്പെട്ടിയും വേണം. 30, 15, 15. ആ നിലവില് ഇവിടെ എവിടുത്തെ പറ്റെന്ന് പറഞ്ഞേ? ആ 350. തിരുക്കുത്തുമാന്റെ പറ്റില്ല എഴുതിക്കോ. കുമാരകന്റെ പറ്റോ? ആ. അതിന് അവനിവിടെ പറ്റുകഞ്ഞൊന്നുമില്ല. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അവൻ പറഞ്ഞിട്ടാ ഞാൻ കാപ്പ് കുടിച്ച്. അവന്റെ തന്തയുടെ വകയൊന്നും അല്ല കട കേട്ടോ. മര്യാദ കാശ് എന്നിട്ട് പോടാ. കിലിക്കത്ത് കുമാരകന്റെ പറ്റുപോല്. എന്റെ കാശെല്ലാം അവൻ പിടിച്ചു മേടിച്ചു. എന്നിട്ട് ഇവിടെ കയറി കാപ്പ് കുടിച്ചോളാൻ പറഞ്ഞു. ആഹാ. ഓ ദൈവമേ, ആ നായിന്റെ മോനെ കൊണ്ട് ഞാൻ തോറ്റ്. ആ വെട്ടിയെത്തി അച്ഛന്റെ കെയറോഫിലാ അവന്റെ ജാടയും പോസും ഒക്കെ. ഏതായാലും നിന്നെ ഞാനിങ്ങനെ വെറുതെ വിടാൻ നിശ്ചയിച്ചിട്ടില്ലടാ. അടക്കടാത്തോട്ടെ. ഞാൻ പോവാ. എവിടെ പോന്നു? ഞാൻ പോവാ. ഇങ്ങോട്ട് അടിയാ. ഇങ്ങനെ ഓസിന് തിന്നിട്ട് കടന്നു കളയാന്ന് വിചാരിക്കണ്ട. ഇറങ്ങടാ ഓട്ടെ, ഇറങ്ങടാ ഇറങ്ങടാ. എവിടം വരെ ആരുടെ നിന്റെ അരിയാട്ടക്കം? അയ്യേ, എന്തിനാണ് കരയുന്നേ? പാവം. ആ എന്തായാലും നീ കരയുന്നല്ലോ, കുറച്ചുകൂടെ കുനിഞ്ഞിരുന്ന് കര. ആ കണ്ണീരാ മാവിലോട്ട് വീഴട്ടെ. എനിക്കത്ര ഉപ്പെങ്കിലും ലാഭമുണ്ട്. ഉപ്പായോ? കര കര, നിലവിളിച്ചു കര. ഉപ്പ് പോരാ.
ഇന്നലെ ഞാൻ പൂ വാങ്ങിക്കാതെ പോയി. എന്നോട് ക്ഷമിക്കണം. ഇന്നലെ ചേഞ്ച് ഇല്ലായിരുന്നു. 100-ന്റെ നോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. 2 മുഴം പൂതാ. ഇത് 80 പൈസ. മതിയോ? അത് സത്യത്തിൽ എനിക്ക് പൂ കൊണ്ടൊരു കാര്യമില്ല. കാറിനുള്ളിലിടാം, അമ്പലത്തിൽ കൊടുക്കാം, എന്തൊക്കെ ചെയ്യാം. അതിന് ഇത്രയും പൂ ധാരാളമല്ലേ. ഇന്നലെ ഒരു രസത്തിന് വില ചോദിച്ചാ, പിന്നെ വാങ്ങാതെ പോയല്ലോ എന്ന് ഓർത്തപ്പോ സങ്കടം തോന്നി. അതുകൊണ്ട് വാങ്ങിച്ചാ. 80 പൈസ ഉണ്ടാക്കാൻ പെട്ട പാട് എനിക്കറിയും. കാറൊക്കെ ഉള്ള ഒരു വലിയ പണക്കാരന് 80 പൈസ കിട്ടാൻ എന്താത്ര പ്രയാസം? അതെന്റെ കയ്യില് കാശ് 100-ന്റെ കെട്ടായിട്ടാണ് എന്റെ കയ്യിൽ വരുന്നത്. 100 രൂപ മാറ്റി പൈസ ചില്ലറ തരാൻ പറഞ്ഞ ആരാ തരാ? അതാ പറഞ്ഞ. എവിടുന്നാ ഇത്രയധികം പണം? അത് കച്ചവടം ചെയ്തുണ്ടാക്കിയതാ. എന്ത് കച്ചവടാ ചെയ്യാ? അത് ഏലക്ക ലോറി കണക്കിന് എസ്റ്റേറ്റിൽ നിന്ന് കയറ്റി അയക്കും. അത് പറഞ്ഞപ്പോഴേ ഓർത്ത് വേഗം പോയി 2 ലോറി ഏലക്ക കയറ്റി അയക്കണം. പോട്ടെ, നാളെ കാണാം. എന്റെ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. എന്റെ ശവം കാണുമ്പോ നീയും നിന്റെ കാമുകനും പൊട്ടിക്കരയും. അപ്പോ ഞാൻ നിങ്ങളെ നോക്കി പൊട്ടിച്ചിരിക്കും. എന്നെ ഒന്ന് മരിക്കാൻ അനുവദിക്കും. ഇല്ല, എനിക്ക് ഈ ലോകത്ത് ജീവിക്കണ്ട. ഞാനൊരു ദുഷ്ടനാണ്, മഹാപാവിയാണ്. അത് ചേട്ടനെ കണ്ടപ്പോഴേ തോന്നി. അതുകൊണ്ടാണല്ലോ എന്റെ ഭാര്യ എന്നോടൊന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ വേറെ ഒരുത്തരെ സ്നേഹിച്ചത്. അതിനായ ചേട്ടനോടൊന്ന് ആലോചിക്കായിരുന്നു. ആലോചിക്കാമായിരുന്നേ. ഇനി ഞാൻ മരിക്കുന്നില്ല. ഞാൻ ചെയ്തത് ശരിയാണെന്ന് പറയാൻ ഈ ലോകത്ത് നീ ഒരുത്തനെങ്കിലും ഉണ്ടായല്ലോ. നീ വാ, എന്റെ വീട്ടിലേക്ക് വാ. അളിയാ, ഇതാണ് എന്റെ സ്വന്തം വീട്. ഇതാണോ? അളിയൻ പേടിക്കണമെന്നും വേണ്ട. അളിയൻ വാ. അളിയാ, വീട് തള്ളിയാ. എന്നെ പിടിക്കണ്ട. എനിക്ക് യാതൊരു കുഴപ്പമില്ല അളിയാ. അളിയാ, ഇതാണ് എന്റെ ഡൈനിങ് റൂം, ഡ്രോയിങ് റൂം. അത് ഡ്രോയിങ് റൂം. ഇത് എന്റെ സ്വന്തം ബെഡ്റൂം. മലയമ്മ ധൈര്യമായിട്ട് വാളിയാ. ഇത് എന്റെ സ്വന്തം ബെഡ്. ഇത് എന്റെ സ്വന്തം ഭാര്യ. ഇത് ഞാനും എന്റെ ഭാര്യയും സുഖമായിട്ട് ഉറങ്ങിക്കോട്ടെ. ആരും ശല്യം ചെയ്യരുത്. നമുക്ക് അപ്പുറത്തെ മുറി പോയി കിടന്നുറങ്ങാം. ഇതാണ് നമ്മുടെ റൂം. സാറല്ല, സ്വന്തം അളിയൻ. എന്നാ അളിയൻ കിടന്നുറങ്ങ. അത് പറ്റില്ല. നീ എന്റെ ജീവൻ രക്ഷിച്ചവനാണ്.
നീ എന്റെ ആത്മസുഹൃത്താണ്, നീ എന്റെ എല്ലാമാണ്. നീ പോകരുത്, എന്നോടൊപ്പം കിടന്നുറങ്ങണം. ഞാൻ പോയിട്ട് നാളെ പോയിട്ട് നാളെ നീ വരുമ്പോ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. നീ പോകുന്നതിന്റെ പുറകെ ഞാനും ആ കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യും. പോടാ. എന്നാ ഞാൻ തറയിൽ കിടക്കാം. എന്നാ ഞാൻ തന്നില്ല. എന്നാ കട്ടിലിൽ കിടക്കാം. വിടല്ലേ എന്നെ പിടിക്കാ. അളിയാ സത്യം പറഞ്ഞോ? ആരാ നീ? എങ്ങനെ ഇവിടെ വന്നു? ആരോടെ? പോലീസിനെ വിളി. കള്ളൻ കള്ളൻ കള്ളൻ. ഞാൻ കള്ളനല്ല ചേട്ടാ, ഇത് കൊള്ളാം. ഇന്നലെ രാത്രി എന്നെ വിളിച്ചോണ്ട് കിടത്തിയ സാറല്ലേ? സാറ് ഏത് സ്കൂളിലാണ് നിന്നെ ഞാൻ പഠിപ്പിച്ചത്? ഇറങ്ങടാ, ഏതെപ്പോഴേ പുറത്ത്. വെള്ളം തലേന്ന് ഇറങ്ങിയപ്പോ മറന്നു വേണം, ഞാൻ എന്ത് ചെയ്യാനാ? നീ മര്യാദക്ക് ഇറങ്ങുന്നോ അതോ വാച്ച്മാനെ വിളിച്ച് തല്ലും നിന്ന് ഇറക്കണോ? ചിക്കന് കിടന്നു അത് തന്നെയാ ഞാൻ ചോദിക്കുന്നത്. എടാ, ഇക്കണക്കിന് ഞാൻ വെള്ളം ഒഴിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന് നീ പറഞ്ഞുണ്ടാക്കുമല്ലോടാ. താൻ ശ്രമിച്ചല്ലോ. എന്നുണ്ടോ? എങ്ങനെയുണ്ടോ? മര്യാദയ്ക്ക് ഇവിടുന്ന് പുറത്തു പോകുന്നോ അതോ ചവിട്ടി പുറത്തിറങ്ങണോ? വാച്ച്മാൻ? വാച്ച്മാൻ വേണ്ട വേണ്ട, ഞാൻ പോയിക്കോളാം. പക്ഷെ ഇനിയും കള്ളു നോക്കുമ്പോ താൻ ചാവാൻ ശ്രമിക്കുമല്ലോ. അന്ന് എന്റെ ശവം പോലും ഞാൻ തിരിഞ്ഞു നോക്കില്ല. വാച്ച്മാൻ ഇയാളെ പിടിച്ച് പുറത്തിറക്കൂ. മനുഷ്യന് ഭ്രാന്ത് പിടിച്ചാൽ എന്തോ ചെയ്യും? ബോധവുമില്ല, ബുക്കണവുമില്ല. ഇന്നലെ അയാളെ കള്ളം കുടിച്ചോണ്ട് ചാവാൻ ശ്രമിച്ചപ്പോ ഞാൻ അയാളെ രക്ഷപ്പെടുത്തിയ അയാളെന്നെ രാവിലെ ഇവിടെ കൊണ്ടിട്ട്. ഒടുക്കത്തെ പോലീസാ. എന്റെ തിരുക്കുത്ത് പിടിക്കാൻ അവർക്ക് സമയമുള്ളൂ. ഈ നാട്ടിൽ എന്തെല്ലാം സംഭവങ്ങൾ സംഭവിക്കുന്നു. അത് ബൈ രാജ ബൈ, 1 വെച്ച 2 കിട്ടും, 2 വെച്ച 4 കിട്ടും, 4 വെച്ച 8 കിട്ടും. എപ്പോഴും വെക്ക, ഈ സമയത്തും ആർക്കും വെക്കാം. കുപ്പിക്കണ്ട കുത്തിക്കയറി, കുപ്പിക്കണ്ട ചന്തിക്ക്. ബൈ രാജ ബൈ, 1 വെച്ച 2 കിട്ടും, 2 വെച്ച 4 കിട്ടും, 4 വെച്ച 8 കിട്ടും. 50 പൈസയുണ്ട്, ചായ കുടിക്കാനുള്ള കാശ. നീ കള്ളക്കളി കളിക്കരുത്. നീ എടാ, നിന്റെ അച്ഛനുള്ള പ്രായം തന്നെ എനിക്ക്. എന്നാ അച്ഛൻ കള്ളക്കളി കളിക്കരുത്. എച്ചക്കളി കമ്പനിക്ക് ഇഷ്ടമല്ല. ഇതെടുത്തു, എടുക്ക്, ആ കുത്ത്. സമാധാനല്ലേ? അതിന് പോയിക്കോ. അപ്പൊ ഞാൻ ഇനി ചായ എങ്ങനെ കുടിക്കും? ചായ അവിടെ പോയി കുടിച്ചിട്ടേ എന്റെ പേര് പറഞ്ഞാ മതി. നിന്റെ തന്തോടെ കടയല്ല, ഇന്നലെ ആ ചായക്കടക്കാരൻ പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യും, ആ നേരെ ചായക്കടയുടെ മുമ്പ് ചെന്നിട്ട് 1 കഷ്ണം ചാപ്സ്, 3 പൊറോട്ട, 2 പപ്പടം, 1 ചായ, ഇതെല്ലാം കഴിച്ചെന്ന് വിചാരിച്ചിട്ട് നേരെ നടന്നു. എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ ഇതിന്റെ അകത്താ കുത്തിയെന്ന് വെച്ച് എന്റെ 50 പൈസ. നീ ആളെ മെനക്കെടുത്ത് ഇവിടുന്ന് പോകുന്നുണ്ട്? ഞാൻ പോവില്ല. പോകൂലേ? നീ പോലെ എന്നാ ഞാൻ പോവാ. നീ അവിടെ ഇരി രാജാ. അല്ല, നീയാണോടെ ഈ ചക്രവാണി? ഞാൻ വിചാരിച്ച്. ശബ്ദിക്കരുത്, അദ്ദേഹം അകത്ത് പൂജയിലാണ്. ആര്? ചക്രവാണി അദ്ദേഹം. അല്ല, അപ്പൊ നീ അല്ലയോടെ ഈ ചക്രവാണി? കൈ ചക്രമില്ലാത്ത ഞാൻ എങ്ങനെ ചക്രവാണിയാകും? ഞാൻ ആര്, അദ്ദേഹം ആര്? അദ്ദേഹത്തിന്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് ധന്യനാവാൻ ശ്രമിക്കുന്ന ഒരു ശിഷ്യൻ മാത്രം. കൊള്ളാം, നീയാളെ ഒതുക്കി കിടന്നോ? ആട്ടെ, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണമല്ലോ. അപ്പോയിന്റ്മെന്റ് വാങ്ങണം. അത് വാങ്ങാം, മെഡിക്കൽ സ്റ്റോറിൽ ഉണ്ടാവുമല്ലോ. ഈ പെൻസിൽ അപ്പോയിന്റ്മെന്റ് പോലത്തെ അല്ലേ ഇത്? അതല്ല, മുൻകൂട്ടി കാണാനുള്ള അനുവാദം. അപ്പോയിന്റ്മെന്റ്. എന്നാലേ നീ തന്നെ ഒന്ന് വാങ്ങിത്താ. അത് വാങ്ങാനൊന്നുമില്ല. അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി എടപ്പള്ളി ചേട്ടന് അത് തരുന്നു. എന്തോന്ന്? അപ്പോയിന്റ്മെന്റ്. നാളെ കാലത്ത് 10 മണിക്ക്. ശരി, അപ്പൊ ഞാൻ പോയിട്ട് നാളെ കാലത്ത് 10 മണിക്ക് വരാം. അപ്പോഴേ നിന്റെ കൂട്ട് അലവലാതി കേസൊന്നും അല്ലല്ലോ അങ്ങേര്. അത് നിങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയാ മതി.
ശരി ഞാൻ പോയിട്ട് വരാം. അപ്പോഴേ നാളെ കാലത്ത് 10 മണിക്ക് അപ്പോയിന്റ്മെന്റ് വേണ്ടേ? പോകോ പോകോ. അണ്ണാ അണ്ണാ അണ്ണാ, ഒരു ഇര വലയെ കുടുങ്ങി. ആരാ? ആ ചായക്കടക്കാരൻ ഗോവിന്ദൻ നായർ നാളെ രാവിലെ 10 മണിക്ക് വരും. നീ ചെന്ന് അയാളെ പറ്റിയുള്ള എല്ലാ വിവരവും ശേഖരിച്ചിട്ട് വാ. ഞാനല്ല ഡയറി തെപ്പ് എടുത്തോണ്ട് വരാം. ഇവനാരടാ? അയാളുടെ ഡയറിയിൽ വെറും ചായപ്പറ്റേ കാണത്തുള്ളൂ. എടാ, എല്ലാവരും ഡയറി എഴുതുന്ന സ്വഭാവക്കാരാണോടാ മരമണ്ട. എഴുതുന്നവരെ ഒതുക്കുക. എന്റെ കബഡി തവിട് പൊടിയാകും, തടി കേടാവുന്ന ഏർപ്പാടാണ്. അയ്യോടാ, കേടുവരാത്തൊരു തടി കണ്ടില്ലേ എന്റെ അപ്പോ. 10 കാശ് ഉണ്ടാക്കിയിട്ട് വേണം ഈ തടിയുടെ കേട് തീർത്തുന്നു പോളിഷ് ചെയ്യാൻ. നമ്മൾ രണ്ടുപേരും കൂടി ഒത്തു നിന്നാൽ നാട്ടുകാരെ പറ്റിച്ച് നമുക്ക് 10 കാശുണ്ടാക്കാം. അതുകൊണ്ട് നീ ഉടനെ പോയി എല്ലാ വിവരവും അറിഞ്ഞിട്ട് പോവാ. അതൊക്കെ കാണാതെ ഞാൻ കാണാപ്പാടം പഠിച്ചോളാം. ബാക്കി കാര്യം ഞാൻ ഏറ്റോ? ഗുഡ് നൈറ്റ്, സിറ്റ് ഡൗൺ. ഞാൻ കഴിക്കില്ല. കമ്മിറ്റ്മെന്റ്സ് നിർബന്ധിച്ച നീയും കള്ളെ ഞാനും കള്ളെ. ഈ അടിയിൽ കൂടുള്ള പണി വായിച്ചിട്ട് നേരെ വാ, നേരെ പോ. ശരി, എന്നാ നേരെ പറയാം. ആ ഗോവിന്ദപിള്ളയുടെ മോടെ കല്യാണത്തിന് ജാതകം ചേർക്കാൻ പ്രൊഫസർ ചക്രപാണി അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു. നമ്മുടെ ചക്രപാണി ആശാൻ പാർട്ടി നമ്മുടെ ആളാണ്. അതുകൊണ്ട് ഡീറ്റെയിൽസ് ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഡീറ്റെയിൽസ് അറിയണമെങ്കില് വായില് നാവ് അനങ്ങണം. നാവ് അനങ്ങണമെങ്കില് വയറ്റിലോട്ട് വല്ലതും ചെല്ലണം. വയറ്റിലോട്ട് വല്ലതും ചെല്ലണമെങ്കില് ചിക്കിലി വേണം. എടാ കള്ള മുടിമെടുക്ക, നീ വമ്പൻ തന്നെടാ. വളവള വർത്താനം പറ, കാര്യം പറ. അന്നലെ ഒരു 100 കൂടി മേടിച്ചു. 100 രൂപ? ആർക്ക് വേണം നിന്റെ 100 രൂപ? ഒരു 100 മില്ലി കൂടി മേടിച്ചു. ഗോവിന്ദപ്പിള്ളയുടെ വേൾഡ് ഹിസ്റ്ററി മണി പോലെ ഞാൻ പറഞ്ഞുതരാം. വെയ് രാജാവേ. ഏറ്റ് പോകാൻ രാജാ, പോകാൻ. എന്റെ പുന്നലിയം നടന്നു പോകുന്നു. ഞാൻ വിടില്ല. ഞാൻ വിടില്ല. കഴിഞ്ഞ തവണ എന്റെ ജീവൻ രക്ഷിച്ച് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഓടിക്കളഞ്ഞു. ഇത്തവണ ഞാൻ വിടില്ല. നമ്മൾ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടില്ല എന്ന് കരുതിയല്ലേ? കള്ളിറങ്ങിയപ്പോ എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയല്ലേ? ഞാനോ? വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. നമ്മൾ തമ്മിൽ ഈ പരിപാടി പറ്റില്ല. അളിയ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എനിക്കുള്ളതെല്ലാം അളിയനുള്ളതാണ്. എനിക്ക് ഈ ലോകത്തൊരു അളിയനുണ്ടെങ്കിൽ അത് അളിയനാണ്. നീയാണ്, നീ മാത്രമാണ് അളിയ. വേണ്ട വേണ്ട, ഫിറ്റ് മാറുമ്പോ മറിച്ച് പറയില്ല. സത്യം സത്യം. അളിയൻ ഇപ്പോഴും എന്നെ വിശ്വാസം വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അളിയന് തരാൻ എന്റെ കയ്യിലൊന്നും ഇല്ലല്ലോ അളിയ. ഈ കാവ് അളിയണം. എനിക്ക് വേണ്ട. എന്റെ ജീവൻ രക്ഷിച്ച ആളിന് ഇത്രയെങ്കിലും തിരിച്ചു ചെയ്തില്ലെങ്കിൽ ഇത് പാവം കിട്ടും അളിയ. അളിയെടുത്ത് ഞാൻ നടന്നു പോയിക്കോളാം. ഇന്നു മുതൽ ഈ കാവ് അളിയന്റേതാണ്. അളിയന്റേതാണ് അളിയ. എനിക്ക് വേണ്ട. എന്നാ ഈ കാവ് ഇവിടെ കിടന്ന് തുരുമ്പെടുത്ത് നശിക്കട്ടെ. കേവളിയ, എന്റെ പൊന്നളിയ, എനിക്ക് ഒരേ ഒരു അളിയൻ മാത്രമേ ഉള്ളൂ. പോ, ഞാൻ നടന്നു പോയിക്കോളാം. അളിയ. പൂക്കാരിക്കുട്ടി ഇറങ്ങിക്കോളൂ. പൂക്കൂടെ ഞാൻ എടുത്തോളാം. ഇത് തന്നെയാണോ വീട്? പൂക്കാരിക്കുട്ടി പറഞ്ഞ വഴിയില്ല ഞാൻ വന്നത്. പഠിക്കലൊരു മരമുണ്ടോ? അതുണ്ടല്ലോ. എന്നാ ഇത് തന്നെ വീട്. കൂടെ ഇങ്ങ് തന്നോളൂ. ഞാൻ പോട്ടെ. ഏലക്ക സാറ് വീട്ടിൽ കയറുന്നില്ലേ? എന്റെ പേര് ഏലക്ക എന്നല്ല. എനിക്ക് അങ്ങനെയല്ലേ അറിയൂ. പേര് പറഞ്ഞിട്ടില്ലല്ലോ. വരൂ. എന്നെ ശ്രീ എന്ന് വിളിച്ചാ മതി. പൂക്കാരിക്കുട്ടിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ശ്രീയേട്ടാന്ന് വിളിച്ചോളൂ. എന്റെ പേര് പൂക്കാരിക്കുട്ടി എന്നല്ല,
എനിക്ക് അങ്ങനെയല്ലേ അറിയൂ, പേര് പറഞ്ഞിട്ടില്ലല്ലോ. ശാലിനി എന്ന അമ്മയിട്ട പേര്. എന്നെ ഇഷ്ടമുള്ളവരെല്ലാം ചിക്കൂന്ന് വിളിക്കും. അച്ചൂട്ടൻ മാത്രം ആറാം പറഞ്ഞോളെന്ന് വിളിക്കും. അച്ചൂട്ടൻ അങ്ങനെയാ, എല്ലാവരും ചീത്തയെ വിളിക്കും. വീഴും? ഈ വീട്ടിനകത്തേക്ക് കയറിയാൽ എനിക്ക് കണ്ണ് ശരിക്കും കാണാം. തൂണും വാതിലും പടിയും ഒക്കെ എനിക്ക് നല്ല നിശ്ചയാ. ആ, കയറിയിരിക്കൂ. ചിക്കു, ആരാ അച്ചുവേട്ടൻ? എന്റെ ഏട്ടന് എല്ലാരെയും തല്ലും. എന്റെ അച്ഛനെയും തല്ലിയിട്ടുണ്ടെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. വലിയ റൗഡിയാന്നാ പറയുന്നേ. ചിക്കുവിന്റെ അച്ഛനെവിടെ? അച്ഛനില്ലല്ലേ? അയ്യോ, ഞാൻ അറിയാതെ ചോദിച്ചാ. കച്ചേരി പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് വായിന്ന് ചോര വന്നു. അപ്പൊ തന്നെ ശ്രീയേട്ടൻ ഇരിക്കൂ, ഞാൻ ഇപ്പൊ വരാം. ഇതാ, ഇത് കുടിച്ചോളൂ. ഇതെന്താ? ഇത്തിരി മോരാ. കാറൊക്കെ ഓട്ടുമ്പോ ക്ഷീണം ഉണ്ടാവില്ലേ? വലിയ പണക്കാര് മോര് കുടിക്കുവോ? നല്ല പുളി. കുറച്ചുകൂടെ കിട്ടിയാ കൊള്ളായിരുന്നു. അയ്യോ, ഇത്രേ ഉള്ളല്ലോ. ചിക്കു വീണ വായിക്കോ? അച്ഛന്റെ കൂടെ പാടാൻ പോയിരുന്ന കാലത്ത് അവിടെ ഇരിക്കുന്ന വീണ കണ്ടുവല്ലേ? ഇനി ബാക്കിയുള്ളത് അത് മാത്ര. ഉണ്ടായിരുന്നതെല്ലാം ഏട്ടൻ കൊണ്ടുപോയി വിറ്റ് കള്ളു കുടിച്ചു. അതും മീട്ടാൻ പറ്റില്ല. 2-3 കമ്പിയൂടി വേണം. വാങ്ങിത്തരാൻ പറഞ്ഞാൽ അച്ചുവേട്ടൻ ചീത്ത വിളിക്കും. കമ്പി വാങ്ങാനുള്ള കാശ് ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ മോരിത്രേ ഉള്ളല്ലേ? എന്നാ ഞാൻ പോട്ടെ. ഞാൻ ഈ കാറ് കൊണ്ടുപോയി കൊടുത്തില്ലെങ്കിൽ ആ കുഴപ്പത്തിലാവും. വരട്ടെ. നല്ലവണ്ണം ഈശ്വരനെ മനസ്സിൽ ധ്യാനിക്കൂ. ചായതത് കടയതത് ജോലിത്തത് ചക്രപാണി തൻ വാക്യ. ചായക്കടയിലാണ് ജോലിയെന്ന് ചക്രവാണി അദ്ദേഹം പറയുന്നു. അതെ അതെ, കണ്ടോ 3-ാം ഭാവത്തിൽ ചായക്കട. നിൻ മകൾ തത്തു പ്രേമാഭിഷേക ബാർബറതു കാരണേതു ചക്രപാണി തൻ വാക്യ. തന്റെ മകൾ ഒരു ബാർബറുമായി പ്രേമത്തിലാണെന്ന് ചക്രപാണി അദ്ദേഹം പറയുന്നു. മോനെ, എന്ന് അവന്റെ മുഖത്ത് നോക്കി ഒരു ആർട്ട് വെച്ചു കൊടുത്താൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അവനൊരു ജിമ്മായതുകൊണ്ട് അവൻ എന്നെ എടുത്ത് പെരുമാറുമോ എന്നാണ് എനിക്ക് എന്റെ പേടി. അതിനെന്താ ഇപ്പൊ ഒരു വഴി? കൂടോത്രേ കൂടോത്ര കാരണേ ചക്രപാണി തൻ വാക്യ. കൂടോത്രം കാരണമാണെന്ന് ചക്രപാണി അദ്ദേഹം പറയുന്നു. ആര് കൂടോത്രം ചെയ്തെന്നാ? ഞങ്ങളാ കൂടോത്രം ചെയ്തത്. അതറിയാനല്ലേ ഇവിടെ നീണിക്കുന്നേ? ബന്ധു കൂടോത്രേയ, ആ അനിയ കൂടോത്രേ, അനിയ ഭാര്യ കൂടോത്രേയ, കല്യാണ നമ്പ വിഴുന്തു കൂടോത്രേയ, വൈരാഗ്യ ബുദ്ധി കൂടോത്രേയ, മകൾ മാലതി കൂടോത്രേയ, കൂടോത്രേ കുക്കുടോത്രേ പ്രതികടയും സ്ഥൂനയും ശ്രീ പത്മനാഭ ചക്രപാണി തൻ വാക്യ. ബന്ധുവാണ് കൂടോത്രം ചെയ്തത്. അനിയന്റെ ഭാര്യയുടെ അനിയനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റില്ലെന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് വൈരാഗ്യം മൂത്ത് മകൾ മാലതിക്കും നിങ്ങൾക്കും കോഴിത്തലയിൽ കൂടോത്രം ചെയ്തിരിക്കുന്നു എന്ന് ചക്രപാണി അദ്ദേഹം പറയുന്നു. ഓ ദുഷ്ടന്മാര് സമ്മതിച്ചിരിക്കുന്നു. ജ്ഞാനദൃഷ്ടി തന്നെ. അവിടുന്ന് എന്തെല്ലാം കാര്യങ്ങളാ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ആട്ടെ, ഇതിനെന്താ ഒരു പോംവഴി? ചെമ്പുതകടിലെ കൂടോത്രേയ, ഇട കൂടോത്രേ പുറ കൂടോത്രേയും കള കൂടോത്രേയ ചക്രപാണി തൻ വാക്യം.
ചെമ്പ് തകിടിലെ കൂടോത്രം എടുത്ത് പുറത്ത് കളയണമെന്നാണ് ചക്രപാണി അദ്ദേഹം പറയുന്നത്. ആഹാ, എന്നാണ് അതൊന്ന് എടുക്കാൻ സൗകര്യപ്പെടുക? നാളെ കൂടോത്രയ സൂര്യോദയ നാഴിക 7 കൂടോത്രയും വീട് കൂടോത്രയും 7 കൂടോത്രയും പുറ കൂടോത്രയും കല കൂടോത്രയും ചക്രപാണി തൻ വാക്യം. നാളെ സൂര്യോദയത്തിന് 7-ാം നാഴികയ്ക്ക് ഒന്ന് പുല്ലെടുത്ത് പുറത്ത് കളയും ചക്രപാണി തൻ വാക്യം എന്ന് ചക്രപാണി അദ്ദേഹം പറയുന്നു. വളരെ സന്തോഷം. എന്നാ ഞാൻ വരട്ടെ. അഡ്വാൻസ് കൂടോത്രയും ചക്രപാണി തൻ വാക്യം. അഡ്വാൻസ് തന്നിട്ട് പോയാൽ മതി എന്ന് ചക്രപാണി അദ്ദേഹം പറയുന്നു. അയ്യോ, ഞാനതങ്ങ് മറന്നു. 50 എന്ന സമസ്ത പുരാണ 100-200 പ്രതികയും സ്ഥൂനയും ചക്രപാണി തൻ വാക്യം. 50 പോരാ, 100-200 തന്നെ വേണമെന്ന് ചക്രപാണി അദ്ദേഹം പറയും. ഉഡാൻസും വേലത്തരവും സ്ത്രയും നമ്മുടെ ഉഡാൻസും വേലത്തരം ഒന്നും ഇങ്ങോട്ട് ഇറക്കണ്ട എന്ന് ചക്രപാണി അദ്ദേഹം പറയുന്നു. അയ്യോ, അങ്ങനെ ഒരു വേലത്തരം ഞാൻ ഇറക്കത്തില്ലേ. ഇതൊരു 200 സ്ത്രയും 100 സ്ത്രയും അത്രയും മതിയ സ്ത്രയും. എന്താകോ സ്ത്രയും എന്തോ സ്ത്രയും. എല്ലാ കാര്യവും ഞാൻ ഏറ്റ സ്ത്രയും. ശ്രീയേട്ടനാണോ? കാറും ഉണ്ടെന്നില്ലേ? കാറ് കൊണ്ടുവന്നു. ഒരല്പം ദൂരെ ഇട്ടിരിക്കുക. ഇവിടെ കൊണ്ടുവന്നാ തിരിക്കാൻ പാടാ. പൂവാങ്ങാൻ വന്നതാണോ? അല്ല, പിന്നെ വെറുതെ ഒന്ന് കാണാൻ. എന്താ വെറുതെ ഒന്നൂടെ? വരാമല്ലോ. എനിക്കൊരു ഉപകാരം ചെയ്യൂ. വീണക്കമ്പി വാങ്ങാൻ കൂട്ടിവെച്ച കാശ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ദേ, ഈ ചെപ്പിലുണ്ട്. എനിക്ക് കട അറിയില്ല. അതിനെന്താ, ഞാൻ വാങ്ങിത്തരാമല്ലോ. വേറെ ആരോടും പറയാനില്ലാത്തോണ്ട് പറയാ. ഏലക്ക വിൽക്കുന്നതിനിടയിൽ സമയം ഉണ്ടാകുമോ എന്തോ. പൈസ ചിക്ക് വെച്ചോളൂ. വൈകിട്ട് വീട്ടിൽ വരുമ്പോ ഞാൻ കമ്പി കൊണ്ടുവരാം. ഞങ്ങൾ പണക്കാർക്ക് 2 കമ്പി വാങ്ങുന്ന വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. 2 ഏലക്കയുടെ വിലയല്ലേ ഉള്ളൂ. മറ്റേ കമ്പി വാങ്ങി വന്നാല് ചിക്കു എനിക്ക് എന്താ തരിക? മോര് തരാം. മോര് വേണം. അത് വെറുതെ വന്നാലും കിട്ടില്ലേ? പിന്നെന്താ വേണ്ടേ? വീണയില് കമ്പി കിട്ടിയിട്ട് ഒരു പാട്ട് പാടുമോ? അയ്യോ, പോട്ടെ. ഏലക്ക കൊണ്ടുപോകാൻ ലോറി വന്നാണ്. വൈകിട്ട് കാണാം. ജോസിയം ബക്രികളാ ജോസിയോ 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 കൈരേഖ ബക്രികളാ കൈരേഖ കൈരേഖ കൈരേഖ. എന്താ ചക്രപാണി അദ്ദേഹം വന്ന ശേഷം നിനക്ക് കഞ്ഞിക്ക് വകയില്ലാതായി അല്ലടി കുഞ്ഞി? അതിന് നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, ഞാൻ സഹിച്ചോളാം. എനിക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. അതേ, ഞാൻ പഴയ ബീഡി വലിയൊക്കെ നിർത്തി. അവിടെ ഒരു കൈനാട്ടം. എടി, തത്തയെങ്കിലും തെണ്ടിക്കാതെ തുറന്നു വിട്, അല്ലെ ഇതൊരു ദിവസം ഞാനങ്ങ് ചെയ്യും. കാക്കാട്ടി പോലും അന്ന് ഞാൻ നിന്നെ പിടിച്ചതിനകത്ത് അടയ്ക്കും, നോക്കിക്കോ. അതിന് നീ ഒരു ജന്മം കൂടി ജനിക്കണമടി. ചോണയുള്ള തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ നീ ഒന്ന് തുറന്നു വിടണ. അന്ന് ഞാൻ നിന്നെ പിടിച്ചതിനകത്ത് അടച്ച് നിന്നെ കൊണ്ട് ഞാൻ ചീറ്റെടുപ്പിക്കും. എടുപ്പിക്കും, നമുക്ക് കാണാം. എടീ, നീ എടപ്പള്ളി കുറുപ്പിനോടാണ് കളിക്കുന്നത്, ഓർമ്മിച്ചോണമാ. നിന്റെ അപ്പൂപ്പനല്ലേ വലിയ പള്ളി, അയാളിവിടെ ഇരിക്കുമ്പോഴേ ഞാൻ എന്റെ തന്ത ഇവിടെ ഉണ്ട്. പിന്നെയാണ് നീ പോടാ പോടാ പോയി ജോലി നോക്കടാ. ഒരു വലിയ എടപ്പള്ളി വന്നിരിക്കുന്നു. പോടാ, അവന്റെ ഒരു കള്ള ജോസിയൻ ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്. അയ്യോ, എന്നെ തത്ത. അയ്യോ, എന്നെ തത്തയെ തുറന്നു വിട്ടേ. ആരാ നീ? എന്നെ തത്തയെ തുറന്നു വിട്ടാ. പിന്നീടാ എന്നെ സത്യം തുറന്നു വിട്ടത്. എന്തിനാ? അയ്യോ, എന്റെ തത്ത, എന്റെ തത്ത പോയേ. അയ്യോ, ഞാൻ ഇനി ആരെ കൊണ്ട് ചീട്ടെടുപ്പിക്കും? ഞാൻ എടുത്തോളാം. കാക്കാത്തിയമ്മയ്ക്ക് വിഷമം തോന്നരുത്. തത്തമ്മ കൂട്ടിന്ന് പോയാലും അതിന് തിന്നാൻ എപ്പോഴും എന്തെങ്കിലും കിട്ടും. ഞാൻ വല്ലതും കഴിച്ചിട്ട് 2 ദിവസമായി. തത്തമ്മയ്ക്ക് അല്ലാവുന്ന കാശ് എനിക്ക് തന്നാ മതി. ഞാൻ ചീട്ടെടുത്തോളാം. നിന്നെ കൊണ്ട് എങ്ങനെ ചീട്ടെടുപ്പിക്കും? കാക്കാത്തിയമ്മ പറഞ്ഞല്ലോ ആ എടപ്പള്ളിയോട്, തത്തയെ തുറന്നു വിട്ടാ അവനെ പിടിച്ചിരുത്തി ചീട്ടെടുപ്പിക്കുന്നു. ഞാൻ കേട്ടല്ലോ. തത്തമ്മയ്ക്കായാലും എടപ്പള്ളിക്കായാലും ചെലവിന് കൊടുക്കണ്ടേ? ആ കാശ് എനിക്ക് തന്നാ മതി. ഞാൻ ഇരുന്നോളാം. എന്തോ വിശന്നിട്ടല്ലേ കാക്കാത്തിയമ്മ? നിനക്ക് വിശക്കുന്നുണ്ടല്ലേ? വലിയ വിശപ്പുണ്ടോ? എന്നാ വാ.
ഒരു പുട്ട് തന്നെ. നിന്റെ വീട് എവിടെയാ? അങ്ങ് ദൂരെ, കോഴിക്കോട് അടുത്ത് ബാലുശ്ശേരി എന്ന് പറയും. വീട്ടിലാരൊക്കെ ഉണ്ട്? ആരുമില്ല. അച്ഛനുണ്ടായിരുന്നു, മരിച്ചുപോയി. അമ്പലത്തിൽ ഊത്തായിരുന്നു. ബാലുശ്ശേരി ഗോപാലപ്പണിക്കരെന്ന് പറഞ്ഞ വലിയ നാദസ്വരക്കാരനാണെന്നാ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ പേര് മാത്രമേ ഉള്ളൂ. അച്ഛൻ മരിച്ചപ്പോ എനിക്ക് കിട്ടിയത് ഒരു കടുക്ക മാത്രമാണ്. പണ്ടങ്ങ് വായിച്ചപ്പോ ഏതോ ഒരു തിരുവേന കൊടുത്താത്രേ. പട്ടിണി കൊണ്ടാ മരിച്ചുവെങ്കിലും അച്ഛൻ മരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വീടും കൂടിയും ഒന്നുമില്ലെങ്കിലും അച്ഛൻ ഒരു വലിയ ആളായിരുന്നെന്ന്. അതെങ്ങനെയാ? ശവദാഹത്തിന് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. വലിയ ആളുകൾ മരിക്കുമ്പോഴല്ലേ ആളുകൾ കൂടുന്നത്. മതിയോ? നമുക്ക് ചീട്ടെടുക്കാൻ പോവാ. വേണ്ട വേണ്ട, ഞാൻ വേറെ സത്യം വാങ്ങിച്ചോളാം. നിനക്ക് വിശക്കുമ്പോ എന്റെ അടുത്ത് പറഞ്ഞാ മതി. പോയി കൈ കഴിയിട്ട് വാ. അകത്തിമേ 2 വീണ കമ്പിക്ക് എന്താ വില? നിനക്ക് തലയ്ക്ക് വല്ല അസുഖം ഉണ്ടോ ചെറുക്ക? വാ. ഒറ്റ വില 200 രൂപ. എന്റെ അച്ഛന്റെ കടകന. ഏത് അച്ഛന്റെ ആയാലും എന്താ 200 രൂപ. ഇത് വലിയ തിരുവന് കൊടുത്തതാ. 200 രൂപ വേണമെങ്കിൽ തരാം. അല്ല, എന്താ കൊണ്ടുപോക്കൂ. എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കുള്ള ഒരൊറ്റ സാധന. ഒരു 250 തന്നൂടെ? പറ്റില്ലെന്ന് പറഞ്ഞില്ലേ, കൊണ്ടുപോണു. എന്നാ 2 വീണ കമ്പി വാങ്ങാനുള്ള കാശ് കടം തരൂ. തനിക്ക് കടം തരാൻ നമ്മളെ എന്താ പരിചയം? ഇങ്ങനെയൊക്കെയല്ലേ ആളുകളോട് പരിചയപ്പെടാ. മനുഷ്യനെ മെനകെടുത്ത് ഇറങ്ങിയിരിക്കുകയാണല്ലോ. എന്നാ ഒരൊറ്റ വില 200 രൂപ. അത് മാത്രം കൊണ്ടുപോകരുത് ചേട്ടാ. ഇവിടെ ഇരിക്കുന്ന വേറെ എന്തുണ്ടെങ്കിലും കൊണ്ടുപോയിക്കോളൂ. ഇത് മാത്രം കൊണ്ടുപോകരുത്. വേറെ എന്ത് ഗോപിച്ചാടി ആ കിഴവൻ പാട്ടം പൂത്തെന്ന് പറഞ്ഞില്ലാതെ വേറെ എന്തോന്നാ അവിടെ വാങ്ങിയിട്ടുള്ളത്? അച്ഛൻ എനിക്ക് മിണ്ടിപ്പോയത്. ആ തന്തയുടെ പേര് ഇവിടെ കേട്ടുപോരും. അവളുടെ അമ്മമ്മയുടെ ഒരു സംഗീതം. ചേട്ടാ, എന്തിനാ കരയണേ? അച്ഛേട്ടൻ ഹറാം പറഞ്ഞവളെന്ന് വിളിച്ചല്ലേ? സാരമില്ല, കൈ നീട്ടി. കൈ നീട്ടാൻ ഞാനാ പറഞ്ഞത്. നീട്ടില്ലേ ഞാൻ പോവും, പിന്നെ വരികയില്ല. നീട്ടിയേ. എനിക്കിനി ഇത് വേണ്ട. വീണ കമ്പികൾ കിട്ടിയില്ലേ? ഇനി ഒന്ന് ചിരിച്ചേ. ഇത് വാങ്ങിയ പാട്ട് പാടണമെന്ന് വെച്ചാണോ? ഇന്ന് പാടിയില്ലേലും വേണ്ട, പിന്നൊരു ദിവസം പാടിയാ മതി. വീണ അച്ചൂട്ടൻ വിൽക്കാൻ കൊണ്ടുപോയി. 142 രൂപ 50 പൈസയ്ക്ക് ഒരു വീണ കിട്ടും. കൊണ്ടുപോവാ
തണ്ണീർ കൊണ്ടുവാ. ഇവിടെ കുഴിക്കാൻ. നല്ല ആട്ടും പുറം പൊളിക്കുന്നത്. അയ്യോ, ഇത് വീട്ടുകാരറിയാതെ കഴിക്കാൻ വേണ്ടി ഞാൻ തന്നെ കഴിഞ്ഞ ആഴ്ച കുടിച്ചിട്ട ചാരായമാണ്. മറന്നുപോയി. മഹാമായേ ഭദ്രകാളി അമ്മേ. ഇറങ്ങാൻ പോവാൻ എന്നെ പിടിച്ചോ. വെള്ളം കൊണ്ടുവാ. ഇവിടെ കുഴിയടാ. ഒമ്പത്തി കിട്ടി കൊഴിത്തല ഇതിന്റെ വല്ല ഉപദ്രവവും ഇനിമേലിൽ ഞങ്ങൾക്ക് ഉണ്ടാവുമോ എന്നുകൂടി അറിയണം. ഇല്ല, ഇനി ഞാൻ ഇവരെ ഇങ്ങോട്ട് പറഞ്ഞയക്കത്തില്ല. നീ കർമ്മം കഴിഞ്ഞു, നീ അടുത്ത കർമ്മം തുടങ്ങാം. കണ്ടോ ബാക്കി സുഖാൻ ശേഷി കേട്ടോ. ചിക്കുവിന് കണ്ണ് കാണാൻ പറ്റിയ ആദ്യം ആരെ കാണണം? എനിക്ക് ഞാൻ പറയട്ടെ. അച്ചുവേട്ടനെ, കടല്, ആന, സിനിമ, പിന്നെ ആരെ കാണണം? എനിക്ക് നിനക്ക്? എനിക്ക് ശ്രീയേട്ടനെ. സർ, come in. എന്താ വിശേഷം? കണ്ണു നോക്കിയാന. ആ, ഇതൊന്ന് വായിക്കൂ. ഇത് എൻ, ഇത് എം. എനിക്കല്ല, പിന്നെ ഈ കുട്ടിക്ക്. എന്നാ പിന്നെ നേരത്തെ എഴുന്നള്ളിച്ചൂടായിരുന്നോ? ഇങ്ങോട്ട് മാറ്റിയിരുന്നു. ഏത് കണ്ണിന് അസുഖം? രണ്ട് കണ്ണിന് അസുഖ. ഓഹോ, ഇതൊന്ന് വായിക്കൂ. ആ, ഇത് അല്ല, എം. ഇത് തന്നോട് ചോദിച്ചില്ല. കണ്ണ് കണ്ടൂടാ. ഓഹോ, അശേഷം കണ്ടൂടെ? എന്നാ ഇതൊന്ന് വായിക്കൂ. അയ്യോ സാറേ, രണ്ട് കണ്ണും കണ്ടൂടാ.
അവ്യക്തമായിട്ട് എന്തെങ്കിലും കാണാമോ? കുറച്ചെങ്കിലും മാറിക്കൊള്ളു. ഞാൻ കുട്ടിയോട് ചോദിച്ചത്. ഒന്നും കണ്ടൂടാ, എപ്പോഴും ഇരുട്ടാ. വെരി ഗുഡ്. കാശ് കുറച്ച് ചെലവാവും. ഈ സൂക്കേടിന്റെ പേരാണ്. അല്ല, അത് നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ലേ, ഒരു ചെറിയ ഓപ്പറേഷൻ കൊണ്ട് ഭേദാക്കാമെന്ന സൂക്കേടേ ഉള്ളൂ. പക്ഷെ കുറച്ച് കാശ് ചെലവാവും. 10-50 രൂപയാവോ? 50 രൂപ വളരെ കൂടുതലല്ലേ? 5000 രൂപ വേണം. 5000 രൂപയ്ക്ക് എന്തൊക്കെ വാങ്ങിച്ചു തിന്നാ? പലതും വാങ്ങി തിന്നാം, പക്ഷെ കണ്ണിങ്ങനെ തന്നെ ഇരിക്കും. അതെ, കുറയോ? എന്താന്ന് കാശ്? ഇതെന്തോടോ മലക്കറി വെക്കണ കടയോ? 5000 രൂപയിൽ ഒരു നയാ പൈസ കുറയില്ല. കാശ് കയ്യിലുണ്ടാവുമ്പോ പെണ്ണെ കൊണ്ടുപോവാ, കണ്ണി ഞാൻ ശരിപ്പെടുത്തി അയക്കാം. ഇപ്പൊ കൊണ്ടുപോകും. രാവിലെ ഓരോരുത്തർ വന്ന് കേറിക്കൊള്ളുക. വെക്കടോ, കാശില്ല. രാവിലെ തന്നെ കാശില്ല, കാശില്ല. ആ ബേയ് രാജാ ബേയ്, 2 വെച്ച 4 കിട്ടും, 4 വെച്ച. ഇന്ന് എന്റെ കയ്യിൽ നിന്ന് മുഴുവൻ കാശ് ഞാൻ തിരിച്ചു വാങ്ങും. നീയോ? എന്താ ബഹുമാനില്ലാതെ? 5 പൈസയോ? നീ ഒരു കാര്യം ചെയ്യും, നേരെ പോയി കപ്പലണ്ടി വാങ്ങിച്ചു. ആ പോ. 50 രൂപയുണ്ട്. 50 വെച്ചാൽ 100 രൂപ. അകത്ത് വെച്ചാൽ 100 തരണം. നീ ഇത് എവിടുന്ന് മോഷിച്ചെടുത്തതാ? അപ്പം നിന്നെ പോലെ ഏതായാലും തന്റെ അത്ര വലിയ കള്ളനല്ല ഞാൻ. അന്നാ കുത്ത്. 50 രൂപ. പ്രാർത്ഥിച്ച് എരി കുത്ത്. 50 രൂപ കമ്പനിക്ക്. പറ്റില്ല, കൊള്ളാം, കരികൊള്ള മര്യാദക്കെന്റെ കാശ. നീ തിരുമാറ്റി കുട്ടിയെ ഞാൻ കണ്ടോ? കളിച്ചു വെച്ചത് കള്ളക്കളിയുണ്ടോ? അതൊക്കെ പള്ളി പറഞ്ഞ എന്റെ കാശ് തരാനാ പറഞ്ഞ, ഞാൻ വേർത്തുണ്ടാക്കിയതാ. നീ ഉന്തിയല്ലടാ. എടാ ഞാനും വേർക്കുന്നുണ്ടടാ. നീ പറയുന്ന കേട്ടാ വിചാരിക്കും നിന്റെ കൈ ഞാൻ തട്ടിപ്പറിച്ചാണ്. എന്റെ കാശാടാ. പോലീസ് പിടിപ്പിക്കടാ. ഇവൻ കള്ളക്കളി കാണിച്ച് എന്റെ കയ്യിൽ നിന്നുള്ള കാശ് മേടിച്ചു. ഞാൻ ഒരു ഓപ്പറേഷൻ വേണ്ടി വെച്ചിരുന്ന. എന്റെ കയ്യിൽ കത്തുണ്ടായിരുന്നില്ല, നിന്നെ ഓപ്പറേഷൻ ചെയ്ത് കാണിച്ചു. പിന്നെ എനിക്ക് എവിടെയെങ്കിലും വെച്ച് കിട്ടൂടാ. കാശ് വാങ്ങിക്കൊള്ളൂ, ഞാൻ പറഞ്ഞില്ല. ഇങ്ങോട്ട് വാ. നീയേ അച്ഛനെ കണ്ടു പറ, അവൻ നിന്റെ കാശ് വാങ്ങിച്ചു. ഏതച്ചു? ആ വെട്ടുകത്തി അച്ചുവേ, അവൻ ഇവന് 2 അടി കൊടുത്ത് നിന്റെ കാശ് നിനക്ക് വാങ്ങിച്ചു തരും. അച്ഛനെ കൊണ്ട് നിന്നെ എടുപ്പിക്കടാ. അച്ചു കുടിച്ചാൽ കാശ് കറക്റ്റായിട്ട് തരില്ല. കാശ് ചോദിക്കുന്നത് അച്ചുവിന് ഇഷ്ടമല്ല. അച്ചുവിന് ഇഷ്ടമില്ലാത്തത് പറഞ്ഞാൽ അച്ചു തല്ലും. അച്ചു തല്ലിയാൽ നീ ചത്തുപോകും. മനസ്സിലായോടാ? കുടിച്ചിട്ട് വല്ലവരുടെ മേത്താ പറയുന്നത്? എന്തൊരു കൂടിയാടാ ഇത്? അച്ചു എന്ന് പറയുന്ന ഒരുത്തമുണ്ട് ഇവിടെ. അവനാരാ? എന്താ? ഇടിക്കണം. അച്ചുവിനെ ഇടിക്കണോ? അച്ചുവിനെ കൊണ്ട് ഇടിപ്പിക്കണം. നിർബന്ധമാണോ? ആ, നിർബന്ധമാ. പിടിച്ചോ. കുറച്ചു നാളായി കൈയൊന്നനങ്ങി. നിങ്ങൾ എന്തിനാ എന്നെ ഇടിക്കുന്നത്? എനിക്ക് അച്ചുവിനെ കാണണം. എന്നാ വൃത്തിയായിട്ട് കണ്ടോ. താനാണോ അച്ചു? എന്നാ എന്റെ കൂടെ ഒന്ന് വന്നേ.
എനിക്ക് തോന്നുന്നു താൻ കുമാരന്റെ കയ്യിൽ നിന്ന് എന്റെ കാശ് വാങ്ങിച്ചു തരുമോ? എന്നെ താനെന്ന് വിളിക്കാൻ ഞാൻ ആരാടാ, നിന്റെ തന്തയോ? എനിക്ക് ദേഷ്യം വരും. എനിക്ക് ദേഷ്യം വരും. അയ്യോ ചന്ദന കുട്ട, അയ്യോ ചോര വരുന്നു. മോൻ കരണ്ടേ? മോന് ചാരായം വേണം? വേണ്ട. നിന്റെ തന്തന കൊണ്ടേ കുടിപ്പിക്കണം. നിന്റെ ഇടിയോണ്ട് ഞാനൊന്ന് ഖബം തുപ്പ്. നിന്നെ കൊണ്ട് ചോര കഴുതേ കുടിയാ. തുപ്പിയിട്ടുണ്ടെങ്കിലേ ഇടിച്ചിട്ട് നിന്റെ ഹാർട്ട് പാപ്പടം പോലെയാക്കും. കുടിയാ കുടി കുടി കഴുതേ. ഞാൻ എപ്പോഴാ പറഞ്ഞ കാക്കാത്തിയമ്മ എന്റെ മേല് തോന്നുന്നു. ആര് കേൾക്കാനാ? അവര് വെറുതെ വഴക്കിനോ? ഞാനേ നിനക്ക് പുട്ട് വാങ്ങിച്ചുതരാം. വാ വാ. ഏതായാലും ഞാൻ വിചാരിച്ചതുപോലെ നീ അത്ര മൊണ്ണയൊന്നുമല്ല. എടാ, എന്നാലും നീ ആ അച്ചുവിനെ അടിച്ച് പപ്പടം പോലെ ആയിക്കളഞ്ഞല്ലോ. എന്നെ ഇടിച്ചിട്ടല്ലേ? എത്ര പ്രാവശ്യം പറഞ്ഞു എന്നെ ഇടിക്കില്ലെന്ന്? എന്നാലും ആ കാശ് കിട്ടിയില്ലല്ലോ കാക്കാത്തിയമ്മ. എന്തിനാണ് നിനക്ക് ഇപ്പൊ ആ കാശ്? വിശക്കുന്നെങ്കിൽ ഞാൻ നിനക്ക് ആഹാരം മേടിച്ചു തരാം. അതല്ല കാക്കാത്തിയമ്മ, ഞാന് ഒരു ഓപ്പറേഷന് വേണ്ടി വെച്ചിരുന്ന. ഓപ്പറേഷനോ? നിനക്കോ? എനിക്കല്ല, പിന്നെ വേറൊരാൾക്ക്. അതാരാ ഈ വേറൊരാള്? കാക്കാത്തിയമ്മ ആരുടെങ്കിലും പറയും. ഞാൻ ആരോടും പറയില്ല. പറയും. പറയില്ലെന്ന് പറഞ്ഞില്ലേ? പറയത്തില്ലല്ലോ. ഇല്ല, പറയില്ല. ആ ചിക്കു ഇല്ലേ, പൂക്കാരി പെണ്ണ്, അവളുടെ കണ്ണ് ഓപ്പറേഷൻ ചെയ്യാനാ. കള്ള ചിക്കു പാവല്ലേ കാക്കാത്തിയമ്മേ? കൊള്ളാമല്ലോ നിന്റെ മനസ്സിലിരിപ്പ്. ഏതായാലും നിന്റെ മനസ്സ് നല്ലതാ, നിനക്ക് നല്ലതേ വരും. പക്ഷെ കാക്കാത്തിയമ്മേ, എങ്ങനെ ഇത്രയും കാശുണ്ടാക്ക? 5000 രൂപ വേണം എത്ര? ഒരു കൊരങ്ങൻ ഡോക്ടർ 5000 രൂപ കിട്ടിയാലേ അയാൾക്ക് ചാവുന്നിടവരെ പൊട്ട് തിന്ന. അത് പോട്ടെ, നിനക്ക് എന്ത് ജോലി അറിയാം? ഞാൻ കുറച്ചാള് ടാക്സിന്റെ കിളിയായിട്ട് നിന്ന് ഡ്രൈവിംഗ് പഠിച്ചു. അത് ശരി. പിന്നെ കണ്ണാടി കടയിൽ നിന്ന് ചില്ലിടാൻ പഠിച്ചു. പിന്നെ എന്തറിയാന്ന് ചോദിച്ചാല് പിന്നെ 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 ഒന്നും അറിഞ്ഞൂടാ. എന്താ കഴിക്കാൻ വേണ്ട? ശ്രീയേട്ടൻ എന്താ കഴിക്കുക വെച്ചാൽ അത് മതി എനിക്ക്. ഒരു മസാല ദോശയും ഒരു കാപ്പിയും ഇവിടെ എന്താ വില? 5 രൂപ. ഇപ്പൊ 2 മസാല ദോശയും കാപ്പിയും 11 രൂപ. ഒരു മസാല ദോശയും ഒരു കാപ്പിയും ഒരു ഗ്ലാസ് പച്ചവെള്ളവും ബില്ലും ആ ടേബിളിൽ. ശരി. എന്താ വേണ്ട സാർ? ഒരു 2 മസാല ദോശയും 2 കാപ്പി.
ശാലിനിക്ക് വേറെ എന്തെങ്കിലും വേണം? വേണ്ട. വേണം. ആ വെയിറ്ററിന്റെയും ശ്രീയേട്ടന്റെയും ശബ്ദം എന്താ ഒരേപോലെ? അത് പിന്നെ എന്റെ കാറ് വർക്ക്ഷോപ്പിലായിപ്പോയി. അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കാറ് വരായിരുന്നു. ശ്രീയേട്ടാ, എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഞാൻ നമ്മുടെ ഏല വെച്ചതിന്റെ കാര്യം ആലോചിക്കുകയായിരുന്നു. ഇന്ന് 5 അയക്കേണ്ടതാ. കഴിച്ചോളൂ. കഴിക്കും. മസാല ദോശയ്ക്ക് ഭയങ്കര എരിവല്ലേ? അത്ര വലുതായിട്ടൊന്നുമില്ല. അപ്പൊ എന്റെ ദോശയ്ക്ക് മാത്രമാവും. അയ്യോ, കാപ്പിക്ക് ഭയങ്കര ചൂട്. ഒരു മസാല ദോശ കൂടെ പറയട്ടാ? വേണ്ട. സാറല്ല അളിയൻ. അന്ന് നീ എന്നെ വിട്ടിട്ട് പോയി കളഞ്ഞല്ലേടാ അളിയ? ഞാൻ ഇപ്പൊ വന്നില്ലേ? ഇനി നീ പോവരുത്. നീ എന്നെ വിട്ട് പോവില്ലാന്ന് സത്യം ചെയ്യളിയ. സത്യം. ഇനി ഞാൻ പോവില്ല. എനിക്കൊരു 5000 രൂപ വേണം. 5000 രൂപ. 5000 ആക്കി നിന്നളിയ 50,000 രൂപ അളിയന് ഞാൻ തരും. വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്റെ വീട്ടിലേക്ക്. അളിയന്റെ വീട്ടിലേക്ക് വാളിയ. എന്റെ ജീവൻ രക്ഷിച്ച അളിയന് 5000 രൂപയ്ക്കാണ് അളിയ. കേരളീയ അളിയന്റെ സ്വന്തം കാറിലോട്ട് കയറാം. വീടാണല്ലയ അളിയ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അളിയ ഒന്നും വിഷമിക്കരുത്. ഇത് മുഴുവൻ അളിയെന്നുള്ളതാണല്ലയ. അളിയ അളിയ അളിയൻ എത്ര രൂപ വേണം? ഞാൻ ജീവിച്ചിരിക്കുമ്പോ രൂപയ്ക്കാണോ അളിയ ക്ഷാമം? അളിയൻ ധൈര്യമായിട്ട് ഇവിടെ ഞാൻ കൊണ്ടുവരാം. ഇത് മുഴുവൻ നിനക്കുള്ളതാണ്. നീ ഏതോളിയാ? ഈ ഉപകാരത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നന്ദി ഒന്നും വേണ്ടല്ലേ. രാത്രിയാണ് പണവുമായിട്ട് പോകുന്നത്. സൂക്ഷിക്കണം. എന്നാ ഇതുകൂടെ വെച്ചോ. വഴി കാണുന്നവരെല്ലാം തട്ടിയകളിയാ. പക്ഷെ ഞാൻ മരിച്ച് പണിയെടുത്തെങ്കിലും ഈ രൂപ മടക്കി തരും. വേണ്ടല്ലേ. അളിയൻ ധൈര്യമായിട്ട് പോ. ഈ പണം എനിക്ക് തിരിച്ചു തരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ തോക്ക് കൊണ്ട് വെടിവെച്ച് മരിക്കും. അയ്യോ വേണ്ട. അളിയൻ പണം മാത്രം കൊണ്ടുപോയാൽ മതി. അളിയന്റെ സ്വഭാവത്തിന് തോക്ക് കൊണ്ടുപോണ്ട. പോളിയാ അളിയൻ ധൈര്യമായിട്ട് പോയിട്ട് വാ. അളിയാ പോയിട്ട് വാ. കാശ് എന്റെ കാശ്. അയ്യോ, കള്ളൻ ഓടി വരണേ. ഗോപാല അല്ല, ഓടി വാ. കള്ളൻ. അയ്യോ
ഞാൻ എസ്ഐക്കൂട്ടൻ. എന്താ ശ്രീയേട്ട രാത്രിയില്? ഇതാ ഡോക്ടർ കൊടുക്കാനുള്ള 5000 രൂപ. എനിക്ക് അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകാനുണ്ട്. 4-5 ദിവസം കഴിഞ്ഞ് വരും. ചിക്കു ഈ പണമായിട്ട് ഡോക്ടറെ കാണണം. ശ്രീയേട്ട ഞാൻ ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. ഞാൻ പറ്റേ. ഞാൻ പണം കൊടുത്തു എന്നാണ് ഇപ്പം പറയുന്നത്. നിനക്ക് പണം തരാൻ ഞാനാരാ? നിന്റെ മച്ചമ്പിയോ ആലിയനോ? അതോ ഞാനിവിടെ ധർമ്മശാല നടത്തുന്നു? വഴിയെ പോകുന്ന തെണ്ടുകൾക്കൊക്കെ ധർമ്മം കൊടുക്കാൻ. ഇവൻ ഇതിനു മുമ്പ് ഇവിടെ കയറി മോഷ്ടിക്കാൻ നോക്കിയിട്ടുണ്ട്. അന്ന് ഞങ്ങൾ തടഞ്ഞപ്പോ പൊട്ടം കളിച്ച് രക്ഷപ്പെട്ടു. നിങ്ങൾ കള്ളം പറയരുത്. നിങ്ങളല്ലേ എനിക്ക് 5000 രൂപ എന്ന്. സാറേ, ഇയാള് കള്ളു കുടിച്ച് പറയുന്നൊന്നും ബോധം വീഴുമ്പോ ഓർമ്മ ഉണ്ടാവില്ല. നിന്റെ തന്തയ്ക്കാണോ ബോധം? എന്റെ തൊണ്ടയ്ക്ക് പറഞ്ഞ കൊല്ലും ഞാൻ. കണ്ടോ 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 ഇതുപോലെയാണ് ഇന്നലെ രാത്രിയില് എന്റെ തലക്കടിച്ചിട്ട് കാശ് കൊണ്ടുപോയത്. അയ്യോ, ഞാൻ അടിച്ചില്ല, അവന്മാരാ അടിച്ചത്. അപ്പൊ നിന്റെ കൂടെ വേറെ ആൾക്കാരും ഉണ്ടായിരുന്നു അല്ലേ? അവര് വേറെ വന്നതാ, അവരാ കള്ളന്മാര്. ഇവൻ ആ കള്ളന് കഞ്ഞി വെച്ചത്. ഞാൻ ആർക്കും കഞ്ഞിയും ചോറൊന്നും വെച്ചിട്ടില്ല. ഇയാൾ എന്തൊക്കെ കളവാ പറയുന്നത്? ദൈവമേ, ഇയാളുടെ തല ഇടുത്തി വീഴണേ. എന്നിട്ട് ആ കാശ് എവിടെ? കാശ് എവിടെയെന്ന്? കാശ് കളഞ്ഞുപോയി. നീയൊക്കെ എന്താടാ കേൾക്കാൻ നടക്കുന്നത്? കാശുണ്ടാക്കാൻ പറ്റുന്ന പാടിനെ പറ്റി വല്ല ചിന്തയുണ്ടായിരുന്നെങ്കിൽ നീ ആ പണം കൊണ്ട് കളയുമായിരുന്നോടാ. നീ മര്യാദയ്ക്ക് കാശ് എവിടെയെന്ന് പറയുന്നു അതോ? ഞാൻ പറയില്ല. ഇവൻ കള്ളനാണെന്ന് വ്യക്തമായില്ലേ? ആദ്യം പറഞ്ഞു തന്നതാണെന്ന്, അതെ. ഇപ്പൊ പറയുന്നു കളഞ്ഞതാണെന്ന്. ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നു ഇവിടെ ഉണ്ടെന്ന് പറയൂല്ല. നീ പറയില്ല അല്ലടാ? ഞാൻ പറയില്ല. നിന്നെ കൊണ്ട് പറയിപ്പിക്കാമോ നോക്കട്ടെ. അടക്ക. ആരാ എവിടുന്നാ? പ്രൊഫസർ ചക്രവാണി. ഭൂതം ഭാവി വർത്തമാനത്തിന്റെ അതെ. പ്രതിഷ്ഠ ഇവിടെ ഒരു 4 days 3 ദിവസം കഴിഞ്ഞു വരും. എനിക്ക് അടിയന്തരമായിട്ട് ഒരു കാര്യം പറയാനുണ്ടായി. അയ്യോ, ആരുടെ അടിയന്തരമായിരുന്നാലും അദ്ദേഹം ഇവിടെ ഇല്ല. ഒരു അന്ത്യാത്മിക പര്യടനത്തിലാണ്. പേരും മേൽവിലാസവും ഉണ്ടെങ്കിൽ തരൂ, പ്രൊഫസർ വരുമ്പോ ഞാൻ വിവരം പറയാം. അയ്യോ, അത് പ്രൊഫസർ അല്ലേ? അല്ല, അത് ലെക്ചറാ. അത് പ്രൊഫസറാ? അല്ല, ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളതാ. നഗ്നനേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. ദേവി, ഇപ്പോൾ തന്നെ പ്രൊഫസറെ കാണാൻ എന്നെ ഒന്ന് അനുവദിക്കണം. അത് പ്രൊഫസറാണെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. ഒന്ന് ഞാൻ സമ്മതിക്കും, നിങ്ങൾ കണ്ടത് പ്രൊഫസർ ചക്രവാണിയെ തന്നെയാണ്. പക്ഷേ ആത്മാവില്ലാത്ത ശരീരം ജഡമാണെന്നറിയുക. നിങ്ങൾ പ്രൊഫസറുടെ ഭൗതിക ശരീരത്തെയാണ് കണ്ടത്. അദ്ദേഹത്തിന്റെ ആത്മാവ് അങ്ങ് കാശിയിലോ പൂഞ്ഞാറ്റിലോ ബദരീനാഥത്തിലോ ആയിരിക്കും. ആത്മാവ് അവിടെ നിന്ന് എത്താൻ 3 ദിവസമാകും. അതുകൊണ്ടാണ് 3 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞത്. മേൽവിലാസം തന്നിട്ട് പൊയ്ക്കോളൂ. KP ശങ്കുണ്ണിപ്പിള്ള, കോൺട്രാക്ടർ, കാവനാട് PO. ശരി, ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. എല്ലാം നല്ലതിനാണെന്ന് വിശ്വസിച്ച് ധൈര്യമായിട്ട് വരൂ. KP ശങ്കുണ്ണിപ്പിള്ള, കോൺട്രാക്ടർ, കാവനാട് PO. അണ്ണോ, അണ്ണങ്കുരോ.
ശ്രീയേട്ടൻ എന്നാണാവോ വരിക? കണ്ണ് തുറക്കും മുൻപ് വരും, വരാതിരിക്കില്ല. അപ്പൊ പറഞ്ഞതുപോലെ ശങ്കുണ്ണിപ്പിള്ളയുടെ എല്ലാ വിവരം അറിഞ്ഞുകൊണ്ട് വന്ന് എന്നോട് പറയണം. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഏറ്റോ? ആ. എന്റെ കല്ലേയോ കാലേ. ഇവിടെ എവിടെ പോയത്? വെല്ലും ബ്രേക്കില്ലാതാണോ ഉന്തുവണ്ടി കൊണ്ട് നടക്കുന്നത്? സിസ്റ്ററെ, പെങ്ങളെ, കൊടപ്പെങ്ങളെ, പെങ്ങളെ. ചേട്ടാ, ഇവിടെ താമസിക്കുന്ന ശങ്കുണ്ടെ പിള്ളയെ കുറിച്ച് വല്ലതും അറിയോ? അറിയാവല്ലോ. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് ചില വിവരങ്ങൾ അറിയാനുണ്ട്. എന്താ അറിയണ്ടേ? താങ്ക് ഗോഡ്. ഇനി കുട്ടിയുടെ കണ്ണിന് യാതൊരു അസുഖങ്ങളും ഉണ്ടാവില്ല. വിഷ് യു ആൾ ദി ബെസ്റ്റ്. 2 ദിവസം കൂടെ ഒബ്സർവേഷനിൽ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്താൽ മതി. ഞാൻ വരട്ടെ. വരുമെന്നറിയായിരുന്നു. ഞാൻ സ്വല്പം താമസിച്ചു പോയി. എന്താ പേര്? പേര് രാമു എന്ന് വിളിച്ചാൽ മതി. ഞാൻ വിളി കേൾക്കും. വേറെന്തേലും പേരുണ്ടോ? ആര് പറഞ്ഞു? ഉണ്ടോ? മുഴുവൻ പേര് രാമകൃഷ്ണപിള്ള. അച്ഛനിട്ട പേരാ, അപ്പൂപ്പന്റെ ഓർമ്മയ്ക്കായിട്ട്. കുട്ടി എന്നെ രാമു എന്നോ രാമേട്ട എന്നോ ഡോക്ടർ എന്നോ വിളിച്ചാൽ മതി. വേറെ ആരെങ്കിലും എന്നെ അന്വേഷിച്ചു വന്നായിരുന്നോ? പിന്നെ അച്ചു എന്നൊരാൾ വന്ന് എങ്ങനെയുണ്ടെന്ന് അന്വേഷിച്ചിട്ട് പോയി. പിന്നെ ഞാൻ നാളെ വരാം. കുട്ടിക്ക് കാഴ്ച കിട്ടിയിട്ട് ഇനി പലതും കാണാനില്ല. ഞാൻ കൊണ്ടുപോയി കാണിക്കാം. റൗണ്ട്സിന് പോകാൻ സമയമായി. ഞാൻ പോയിട്ട് വരാം. എന്തേ ശ്രീയേട്ട വരാഞ്ഞത്? ശ്രീയേട്ടൻ വന്നിട്ടില്ലെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കണ്ണു തുറക്കുകയില്ലായിരുന്നു. പറ്റിച്ചു എന്നില്ലേ? ഇനി വന്നാലും ഞാൻ മിണ്ടില്ല. എന്നാ ശങ്കുണ്ണി മുതലാളി വിവാഹിതനായത്?
1969 ഫെബ്രുവരി 13 ആദ്യത്തെ കുഞ്ഞ് ജനിച്ചത് 2 മാസമല്ലേ ആയുള്ളൂ. തന്റെ കുഞ്ഞല്ലടോ, ശങ്കുണ്ണി മുതലാളിയുടെ കുഞ്ഞ്. 1971 മെയ് 14 മൂലത്തിൽ മൂല നക്ഷത്രത്തിൽ. കുഞ്ഞിന്റെ പേര് വിക്രാന്ത്. വിക്രാന്ത് അണ്ണാൻ കട്ട വികാസ്. വികാസ് വികാസ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തുമാത്രം ത്യാഗം സഹിച്ചിട്ടാണെന്ന് അറിയാമോ ശങ്കുണ്ണി മുതലാളിയുടെ ഡയറി ഞാൻ തപ്പിക്കൊണ്ടു വന്നത്. അയാൾ ഇപ്പൊ വരും. തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതിനകത്തുള്ളതെല്ലാം കാണാപ്പാടം പഠിക്കണമെന്ന്. കുറച്ചു വായിച്ചപ്പോ ഉറങ്ങിപ്പോയി. എടോ, ചെയ്യുന്ന തൊഴിലിനോട് അല്പമെങ്കിലും ആത്മാർത്ഥ വേണം. പറഞ്ഞേ, എന്തോന്നാ കുഞ്ഞിന്റെ പേര്? വിക്രാന്ത്. വിക്രാന്ത്. ആ എംബോക്ക് വായ തോന്നിയൊക്കെ എഴുതി വെച്ചാ എനിക്കങ്ങനെ ഓർമ്മ വരും. എടോ, വികാസ്. വികാസ്. അടുത്ത ചോദിച്ചോളൂ, പറയാം. ആദ്യം ചെയ്ത തൊഴിൽ കപ്പലണ്ടി കച്ചവടം. അവിടെ നിന്ന് അങ്ങനെ അടിവെച്ച് ഉയരുകയായി. അങ്ങനെ അടിവെച്ച് പെട്ടെന്ന് അങ്ങനെ ഉയരണ്ട, ഓരോന്നായിട്ട് പറയണം. അത് പറയാം. പറ്റത്തില്ല. അത് പറഞ്ഞോളാം. ഇതാ കണ്ടോ, ജീവിതത്തിലെ ഓരോ വഴിത്തിരിവും അടിവരയിട്ടാ ശങ്കുണ്ണി മുതലാളി എഴുതിയിരിക്കുന്നത്. അയാള് വരുമ്പോ ഞെട്ടിപ്പിക്കാൻ നമുക്ക് കിട്ടിയ കനകാവസരം താൻ പുറംകാലുകൊണ്ട് തട്ടി എറിഞ്ഞാലുണ്ടല്ലോ എന്റെ വിധം മാറും. അയ്യോ, ശങ്കുണ്ണി മുതലാളി വരുന്നു. എവിടെ? ശ്രദ്ധിച്ചോണം, എന്നെ നാട്ടിക്കരുത്. ഏയ്, നാട്ടിക്കില്ല. ആകെ നാറിയിരിക്കില്ലേ, പിന്നെന്തോ. ആരാ മനസ്സിലായില്ലല്ലോ? ആത്മാവ് വന്നു. പ്രൊഫസറുടെ ആത്മാവ് പര്യടനം കഴിഞ്ഞു വന്നു. ഓ, ആത്മാവും ഭൗതിക ശരീരം അകത്തുണ്ട്. വരൂ. ഓ, ഞാൻ ശങ്കുണ്ണിപ്പിള്ള ഒന്നിങ്ങോട്ട് പറയണ്ട. എല്ലാം ഒരു 3D ചലച്ചിത്രത്തിൽ നിന്ന പോലെ മുന്നോട്ട് തള്ളി വരുന്നത് നാം കാണുന്നു. 3D പഴയ തൃക്കണ്ട് നമ്മുടെ പരമശിവന്റെ. പുരാണവും ശാസ്ത്രവും തമ്മിൽ സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുകയാണ് ഇവിടെ. കപ്പലണ്ടി കച്ചവടത്തിൽ തുടങ്ങിയ ത്യാഗസുരഫലമായ ജീവിതം 1969 ഫെബ്രുവരി 13 വിവാഹിതനായ ശങ്കുണ്ണിപ്പിള്ളയ്ക്ക് 1971 മെയ് 14 ഒരു ആൺകുഞ്ഞ് ജനിച്ചില്ലേ? ജനിച്ചു. ആ പൊന്നോമൽ കുഞ്ഞിനെ നിങ്ങൾ വിക്രാന്ത് എന്ന് പേരിട്ടില്ലേ? അല്ല, വികാസ്. കപ്പലണ്ടി കച്ചവടത്തിൽ നിന്നും തേങ്ങ കച്ചവടത്തേക്ക് ചാടിയ ശേഷം പാട്ടപ്പെടുത്തം പാവപ്പെട്ടവരെ പറ്റിച്ചും നിങ്ങൾ പണമുണ്ടാക്കിയില്ലേ? അത് ഏതോ മറ്റുള്ളവർ നിൽക്കുമ്പോൾ പറയാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? ഗമസ്തേഷി അകത്തേഷി അകത്തേക്ക് പോകാൻ. പിന്നീട് നിങ്ങൾ പഞ്ചായത്ത് റോഡുകൾ വെട്ടാൻ കോൺട്രാക്ട് എടുത്തു. സർക്കാരിനെയും തൊഴിലാളികളെയും പറ്റിച്ച് പിന്നെയും നിങ്ങൾ പണക്കാരനായി. പറ്റിച്ചതല്ല, വഞ്ചിച്ചതാണല്ലേ? ജീവിക്കാൻ അല്ല, വേണ്ടി. ഒന്നും പറയണ്ട. നിങ്ങൾ നാട്ടുപ്രമാണിയായി. കുതികാൽവെട്ടും രാഷ്ട്രീയവും കച്ചവടം ചെയ്ത് നിങ്ങൾ സർക്കാരിന്റെ അണക്കെട്ട് വരെ പൊട്ടിച്ചു. നിങ്ങൾ വളരുകയായിരുന്നു. ആ ഹൗസിംഗ് ബോർഡിന് വേണ്ടി നിങ്ങൾ കെട്ടിക്കൊടുത്ത 7 നില കെട്ടിടങ്ങൾ തകർന്നു വീണതോടെ നിങ്ങളുടെ കണ്ടകശനി ആരംഭിക്കാൻ തുടങ്ങി. സിമന്റിന്റെ കുംഭകോണം കാരണമാണ് കെട്ടിടം തകർന്നത്. നിങ്ങൾ കോടതി കയറി, തല്ലുകൊണ്ടു. ഇപ്പോൾ ഈ കാണുന്ന ശരീരം മുഴുവൻ നീരാണല്ലേ? ഒടുവിൽ നിൽക്കക്കല്ലില്ലാതായപ്പോൾ നിങ്ങളുടെ കള്ളക്കളിക്കെല്ലാം കൂട്ടുനിന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കൂടെ നിങ്ങളുടെ ഭാര്യ ഒളിച്ചോടിപ്പോയി. പറയൂ, നിങ്ങൾക്ക് ഭാര്യ വേണോ അതോ ഗവൺമെന്റ് കോൺട്രാക്ടർ ആകണോ? എനിക്ക് ഭാര്യ വേണ്ട. വെരി ഗുഡ്. ഇവിടെ ഇരിക്കാം. ഇതാണ് രാമകൃഷ്ണപിള്ള ഭവനം. ഞാനിപ്പോ വരാം. നീ എന്തായിരുന്നു നേരത്തെ? പിന്നെ ഒരുപാട് നാളായിട്ട് അമ്മ പറയുന്നുണ്ടല്ലോ എന്ന് ഞാൻ വിചാരിക്കായിരുന്നു. എന്തോന്നാ അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ.
ഞാനൊരു കാര്യം ചെയ്യണമെന്ന് നിർബന്ധിച്ചോണ്ടിരുന്നില്ലേ? ആ കുളിമുറിയിലെ തൊട്ടിയുടെ കാര്യം നീ അത് വാങ്ങിച്ചോണ്ട് വന്നോ? അതല്ല, പിന്നെ തൊഴുത്തിൽ ഓല കെട്ടുന്ന കാര്യം ആകെ നാശമാക്കും. ഒരു ഡോക്ടർ അമ്മ ഇങ്ങനെ ഓലയുടെയും തൊട്ടിയുടെയും കാര്യം പറയാമോ? വല്ല ഫ്രിഡ്ജ് ചീത്തയായെന്നോ കുക്കിംഗ് റേഞ്ച് വർക്ക് ചെയ്യുന്നില്ലെന്നോ ഒക്കെ പറഞ്ഞാൽ പിന്നെ സഹിക്കാം. അതെങ്ങനെ രാമകൃഷ്ണ പിള്ളയുടെ അമ്മയല്ലേ, ഇതല്ലേ പറയൂ. കിടന്ന് ഉരുളാതെ കാര്യം പറയടാ. അമ്മയെ കാണിക്കാൻ ഞാനൊരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. ആരാന്ന് ചോദിച്ചാൽ ഭാവി മരുമകളെന്ന് വേണമെങ്കിൽ പറയാം. അവസാനമെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ. എവിടെ ഞാൻ എന്റെ മരുമോളൊന്ന് കാണാം. ഇങ്ങനെയല്ല, നല്ല മുണ്ടും നേരിയതൊക്കെ കൊടുത്ത് ഐശ്വര്യമായിട്ട് വാ. മരുമോൾ അമ്മായിയമ്മ കണ്ടെന്ന് ഇംപ്രസ് ആയിക്കോട്ടെ. അല്ലാതെ വെറുതെ രാമകൃഷ്ണനുള്ള കോംപ്ലക്സ് പുറത്തു കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ടാക്കരുത്. നാണിക്കണ്ട, പാട്ട് നന്നായിരുന്നു. അതുകൊണ്ടായിരിക്കും സാധനമൊക്കെ തട്ടി താഴെ ഇട്ടത്. എടാ ഞാൻ നിന്റെ അമ്മയാ. അയ്യോ സോറി, ഇതാണ് രാമകൃഷ്ണ പിള്ളയുടെ അമ്മ. നമസ്കാരം. എല്ലാം ഇവൻ പറഞ്ഞു. അതെ അതെ. എന്നാലും ശാലിനി ഇത്ര മനോഹരമായി പാടും എന്ന് ഞാൻ വിചാരിച്ചില്ല. ഫാന്റാസ്റ്റിക്. എന്റെ ഒരു ഫ്രണ്ടുണ്ട്, ജിതിൻ ലാൽ, മദൻ ലാൽ, രണ്ടും ഒരാൾ തന്നെ. വളരെ പ്രശസ്തനായ ഒരു മ്യൂസിക് ഡയറക്ടറാണ്. ഞാൻ പരിചയപ്പെടുത്താം. ഒരുപക്ഷെ ശാലിനി ഒരു വലിയ പാട്ടുകാരി ആയേക്കും. ലെറ്റ് us try the luck. ഏതായാലും ഇന്നതൊന്നും വേണ്ട. എന്റെ മോളെ ഞാനൊന്ന് കണ്ണു നിറയെ കണ്ടോട്ടെ. നമസ്കാരം സാർ. ഹലോ. എന്താ? ഇന്ന് വൈകുന്നേരം 8:30 റെക്കോർഡിംഗ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഏത് തിയേറ്റർ? മിനർവ തിയേറ്റർ. മിനർവ. മിനർവയോ? ആരോട് വെച്ചിട്ട് ഫിക്സ് ചെയ്തു? വേറെ തിയേറ്റർ ഒന്നും കിട്ടിയില്ല സാർ. കിട്ടിയില്ലെങ്കിൽ റെക്കോർഡ് ചെയ്യണ്ട. ക്വാളിറ്റി ഇല്ലാതെ സോങ് എടുക്കാൻ ജിതിൻ ലാലിനെ കിട്ടില്ല. കൃഷ്ണദാസിന് പിന്നെ ഒഴിവുണ്ടാവില്ല അത്രേ. കൃഷ്ണദാസോ? അവനാര്? അവന്റെ സമയത്തിന് ജിതിൻ ലാലിനെയും കിട്ടില്ല. ആ റെക്കോർഡിംഗ് മാറ്റി വെച്ചേക്ക്. പുതിയ പിള്ളേരെ കൊണ്ട് പാടിച്ച് പാട്ട് ഹിറ്റാക്കാൻ ജിതിൻ ലാലിന് അറിയാം. അത് ഒന്നും പറയണ്ട. എന്തായി? ലിറിക്സ് ഒക്കെ എഴുതി കിട്ടിയോ? കിട്ടി സാർ. ഇദ്ദേഹമാണ് പാട്ട് എഴുതിയത്. ചെറുപ്പളശ്ശേരി കൃഷ്ണൻ നായർ. ഏത് നായരായാലും കൊള്ളാം, എഴുതനായാലും കൊള്ളാം. ലൈൻസ് കൊള്ളില്ലെങ്കിൽ ഞാൻ ചവറ്റുകൊട്ടെ വലിച്ചത്. ഒന്ന് നോക്കണം സാർ. നോക്കാം, വരൂ. എന്നത്തേക്ക് കമ്പോസ് ചെയ്യാൻ സാർ? ഞാൻ ചെയ്യുന്നില്ല. ഇടിപ്പടത്തിന് ട്യൂൺ ചെയ്യാൻ, പാട്ട് ട്യൂൺ ചെയ്യാൻ ജിതിൻ ലാലിന്റെ ആവശ്യമില്ല സാർ. പ്ലീസ്. ഇപ്പൊ എന്റെ തലക്കകത്ത് മുഴുവൻ മ്യൂസിക്കാണ്. നമുക്ക് പിന്നീട് സംസാരിക്കാം. പ്ലീസ് പ്ലീസ് കം, പ്ലീസ് കം. യെസ്, ഇരിക്കൂ. ലിറിക്സ് എടുക്കൂ. ഭാര്യയ്ക്ക് വെടിയേറ്റു. ഭർത്താവ് പോലീസ് സ്റ്റേഷനിലേക്ക് പായുകയാണ്. അപ്പാശ്ശേരി, അതല്ലേ സിറ്റുവേഷൻ? അതെ. ആ സിറ്റുവേഷനിലുള്ള ലിറിക്സ് എടുക്കൂ. പാവപങ്കില മഞ്ജീര സിഞ്ചിതം എങ്ങനെ ജന്മനം താങ്ങും? എന്തോന്ന്? പാവപങ്കില മഞ്ജീര സിഞ്ചിതം എങ്ങനെ ജന്മനം താങ്ങും? എന്താ അതിന്റെ അർത്ഥം? പാവത്താൽ പങ്കിലമായ ഈ മഞ്ജീര സിഞ്ചിതം. എന്തോന്നാ ഈ മഞ്ജീര സിഞ്ചിതം? മഞ്ജീരമായ സിഞ്ചിതം സാധാരണ ഉപയോഗിക്കാറുള്ള ഒരു വാക്കാണത്. അതിന്റെ അർത്ഥം പറയടോ. നല്ല 1-2 വാക്ക് കിടക്കട്ടെ എന്ന് കരുതി. കൊണ്ടുപോകണ്ട, കാണട്ടെ. മഞ്ജീര സിഞ്ചിതം കൊള്ളാം. എവിടെ? ഇതൊക്കെ കവിതകളാണോ? അങ്ങോട്ട് കൊണ്ടുപോവാ. അവന്റെ മഞ്ജീര സിഞ്ചിതം. ഇനി താൻ കവിത എഴുതരുത്. കുറെ കവികൾ നടക്കുന്നു മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കാൻ. എടോ, ഇതൊക്കെ ഒരു തരം ജന്മവാസനയാ. അതില്ലാത്തവൻ ഇങ്ങനെ ഓരോ ശിഞ്ചിതവും കൊണ്ട് നടക്കും. മനസ്സിലായോ?
പോയിക്കോളും പോയിക്കോളും. റെക്കോർഡിങ് മഞ്ജീര ശിഞ്ചിതത്തിന് ഉപദ്രവമില്ലാത്ത വേറെ ഏതെങ്കിലും അലവരെ വിളിച്ചോണ്ട് വാ. ഞാൻ നോക്കാം. പ്ലീസ് പ്ലീസ് വാ പ്ലീസ്. എന്റെ തലക്കകത്ത് മുഴുവൻ ഇപ്പൊ മ്യൂസിക് എടുത്ത് കളിക്കാം. എന്തോ നാടേ ഇത്? എന്താ പ്രശ്നം? അവന്മാര് നിന്നെ പറ്റി വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചോണ്ട് പോകുന്നുണ്ടല്ലോ. എന്താ കാര്യം? കവിശല്യം. കവിശല്യം കാരണം മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ മേലാതായിരിക്കുന്നു അളിയാ. എന്ത് അശരീരി ഗാനം, പാപ പങ്കിലമെന്നോ മഞ്ജീര ചിന്തോ എനിക്കൊന്നും അറിയാൻ മേല. ഒന്ന് പ്രോത്സാഹിപ്പിച്ച് വിടടേ, രക്ഷപ്പെട്ടു പോട്ട്. അതെങ്ങനാ വലിയ ആളായി കഴിയുമ്പം ദാ വന്ന വഴി മറക്കരുത് നീ. ഞാൻ വന്ന വഴിക്ക് എന്താ ഒരു കുഴപ്പം? ഓഹോ, ഇപ്പൊ അങ്ങനായോ? ദാ ഹിന്ദി സിനിമയെന്നും തമിഴ് സിനിമയെന്നും ഒക്കെ മോഷ്ടിച്ച ട്യൂൺ കൊണ്ടല്ലേടാ നീ ആളായത്. ഓടാവിടുന്നു. ദാ ഞാൻ നിനക്ക് കൊണ്ടു തന്നൊരു പഞ്ചാബി പാട്ടിന്റെ കാസറ്റ് വെച്ചല്ലേടാ നീ വലിയ ഹിറ്റ് മേക്കർ ആയത്. ഒറിജിനൽ വേണ്ടാത്തവന് മായം ചേർത്ത് കൊടുക്കും. ഇപ്പൊ ജിതിൻലാൽ മോഷണം നിർത്തി. പാട്ടെഴുത്തുകാരും പാട്ടുകാരും ഒന്നും എനിക്കൊന്നൊരു പ്രശ്നമേ അല്ല. പിന്നെ എന്തോന്നാ നിനക്ക് പ്രശ്നം? കഴിവുണ്ടോ ഞാൻ പ്രോത്സാഹിപ്പിക്കും. ആഹാ, അത്രത്തോളം ചങ്കൂറ്റമായോ നിനക്ക്? നീ പുറത്തിറങ്ങി നാലോട് ചോദിച്ചു നോക്ക്, അപ്പൊ അറിയാം. കഴിവുള്ള ഒരെണ്ണത്തിനെ കൊണ്ടുവന്ന നീ ചാൻസ് കൊടുക്കൂ? കഴിവുണ്ടേ കൊടുക്കും. കഴിവൊക്കെ ഉണ്ട്. മനുഷ്യന്റെ ശരീരം അറുത്തു മുറിക്കുന്ന നീയൊക്കെ സംഗീതത്തെ വിലയിരുത്താറായടേ. ആരാ പാർട്ടി? പാർട്ടിയെ ഞാൻ കൊണ്ടുവരാം, പക്ഷേ കൊണ്ടുവരുമ്പോ വാക്ക് മാറില്ല. നീ കൊണ്ടുവാടേ, പക്ഷെ കഴിവുണ്ടായിരിക്കണം. എന്നാ പിന്നെ സാറിന്റെ സമയം കൂടുതൽ കളയുന്നില്ല, നാളെ രാവിലെ പാർട്ടി ആയിട്ട് വിടത്തും. കൊണ്ടുവാ. ഇതൊക്കെ മോഷ്ടിക്കാൻ വെച്ചിരിക്കുന്ന ട്യൂണാണേ. വരുന്നുണ്ട്, പുതിയ പാർട്ടി ആയിരിക്കും. കൊറേ ദിവസമായിട്ട് ഞാൻ നിന്നെ അന്വേഷിച്ചോണ്ടിരിക്കുക. നീയോ കഞ്ഞി? കഞ്ഞിയല്ലടാ കുഞ്ഞി. നീ എന്തിനനുവാദമില്ലാതെ ഈ പവിത്രമായ പർണശാലയ്ക്കുള്ളിൽ കടന്നു വന്നു? ഇന്നേ എന്റെ തത്തമ്മ കുത്തിയെടുത്തത് ഒരു ഹനുമാന്റെ പടമായിരുന്നു, ലങ്കാദഹനം. അതിനുവേണ്ടിയാ ഞാൻ വന്നത്. ആരെവിടെ? എന്താണിവിടെ ഒരു സ്ത്രീ ശബ്ദ ബഹളം? അവരെ ഉടനെ ബാഹ്യസ്ഥലെ പോകസ്ഥലോ. സ്ത്രീയെ, നിന്നോട് ഉടനെ പുറത്തു പോകുവാൻ അദ്ദേഹം പറയുന്നു. നിങ്ങളുടെ തട്ടിപ്പും പറ്റിപ്പും ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചു അല്ലേ? കൂടോത്രത്തിന്റെ പേരും പറഞ്ഞ് ആ പാവപ്പെട്ട ചായക്കടക്കാരൻ ഗോവന്നരെ നിങ്ങൾ പറ്റിച്ചില്ലടാ. ഞങ്ങൾ പറ്റിച്ചതല്ല, അയാൾ പറ്റിയതാണ്. പിന്നെ ആ ശങ്കുണ്ണിപ്പിള്ളയുടെ വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ചതും അയാളുടെ വേലക്കാരനെ ചാക്കിട്ട് പിടിച്ച് അയാളുടെ ഡയറി തട്ടിയെടുത്തതും ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ? അയ്യോ, ഡയറി തട്ടിയെടുത്തതല്ല, തട്ടപ്പെട്ടതാണ്. അതെങ്ങനെ നീ അറിഞ്ഞ്? ഞാൻ അന്വേഷിച്ചറിഞ്ഞു. നീ അന്വേഷിച്ചറിഞ്ഞല്ല, നിന്റെ ചാവാലി തത്ത പറഞ്ഞതായിരുന്നു. ആ തത്തസ്യ വിഷാംശം സേവിതേ അനസ്തേഷ്യക്കരോ. ആ തത്തയ്ക്ക് വിഷം കൊടുത്ത് കൊല്ലുമെന്ന് യവൻ അല്ല ഗുരു പറയുന്നു. എടാ, എന്റെ തത്തയ്ക്കല്ല വിഷം കൊടുക്കേണ്ടത്, നിന്റെ തന്തയ്ക്കാണ് വിഷം കൊടുക്കേണ്ടത്. രണ്ടും ഞാൻ അരിഞ്ഞു. കുഞ്ഞി ബഹളം വെക്കല്ലേ, ഞങ്ങളുടെ നല്ല പേര് കളയല്ലേ. നല്ല പേരോ നിങ്ങൾക്കോ? ആ ശങ്കുണ്ണി മുതലാളി ഇവിടെ വരുത്തി അയാളെ പറ്റിച്ച 1000 രൂപ വാങ്ങിച്ചില്ല. അത് ഞങ്ങളുടെ ആവശ്യത്തിനാണ്. അതിലെനിക്ക് പാതി തരണം. അതവിടെ മനസ്തേഷ്യ. അത് മനസ്സിലിരിക്കത്തേ ഉള്ള. ഗുരുവിനെ ശിഷ്യനെ ഞാൻ ഒന്നിച്ച് കമ്പിണിക്കും. ശങ്കുണ്ണിപ്പിള്ളയോട് പറയും, ശങ്കുണ്ണിപ്പിള്ള പോലീസിനോട് പറയും. എന്റെ പൊന്നുകുഞ്ഞി ഞാൻ തരാം. പക്ഷെ പാതി തന്നെ വേണോ? ഒരു വിട്ടുവീഴ്ച. ഞാൻ പോലീസിൽ പറയും, പോലീസ് നിങ്ങളെ പിടിക്കും. പോലീസ് പാതിപ്പണം കൊടുത്തേഷ്യേ. പാതി പണം തരാൻ നിന്റെ ഗുരു പറയുന്നു. താൻ എന്ത് ഉദ്ദേശിച്ചോണ്ടോ പാതി പണം കൊടുക്കാൻ പറയുന്നേ? നാശത്തെ ഒഴിച്ചു വിട സ്ത്രീ, ഇത് ഒഴിയാ പാതേ സ്ത്രീ. കാശെടുക്കില്ല. കാശെടുക്കാനാ പറഞ്ഞു. പാതി പണം തരാൻ പറ. ഞാൻ കൊടുക്കാന്ന് കൊണ്ടുപോയി. ഒരു കാര്യം ഉണ്ടോ, കാശ് മുഴുവൻ തനിക്ക് ഇവിടെ നിന്ന് ഉരുട്ടിക്കൊണ്ടിരുന്നാ മതി. ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടിട്ടാണെന്ന് ഇവിടെ തന്നെ വിവരങ്ങൾ അറിഞ്ഞോണ്ട് വരുന്നത്. നിനക്ക് വിവരമില്ലാത്തതുകൊണ്ടല്ലേ നീ ഇതെല്ലാം അറിഞ്ഞോണ്ട് വരുന്നത്. നീ ഒരുത്തം കാലം 10 കാലം ഇവിടെ വന്നത് അറിയാവോ? നീ കമ്പി എണ്ണും. ഞാൻ കമ്പി എണ്ണിയാ നീ എണ്ണു അറിയോ? എടപ്പള്ളി കുറുപ്പാണിത്. എടപ്പള്ളി നിന്റെ ഈ തലയിൽ ഞാൻ പള്ളി പണി അറിയാവോ നിനക്ക്? പണി ശങ്കരപാണി, നിന്റെ തലയാൻ ചക്രം കെട്ടിക്കൊല്ലും അറിയോ? നീ നല്ല പുറത്തോട്ടിറങ്ങ്. നിന്റെ ഭൂതം ഭാവി വർത്തമാനമല്ല ഞാൻ അവിയല് വരുവാക്കും അറിയോ? നീ പുറത്തോട്ടിറങ്ങടാ. അറിയാം നിന്റെ അവൻ പറയുന്നത് എന്നോട് വെളിയിലിറങ്ങാൻ. അതിന് ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ട് വേണ്ടേ?
കമേൻ. ഇതാണ് പ്രസിദ്ധ സംഗീത സംവിധാനം ജിതിൻ ലാൽ മദൻ ലാൽ. രണ്ടുപേരാള് തന്നെ. നമസ്കാരം. വരൂ. വേണ്ട. ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി ശാലിനി. എന്റെ സംഗീതത്തെ കുറിച്ചുള്ള മിനിമം ജ്ഞാനം വെച്ചുകൊണ്ട് ഞാൻ ആധികാരികമായി പറയുന്നു, ഷീസ് എ ഗുഡ് സിംഗർ. അതെ, പാട്ട് കേട്ടിട്ട് ഞാൻ തീരുമാനിക്കും. ശാലിനി ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ടോ? ഒരു 2.5 കട്ടക്കൊക്കെ ശബ്ദം ഇടാതെ പാടാൻ പറ്റുമോ? അങ്ങനെ ശാസ്ത്രീയമായി ശ്രമിച്ചിട്ടില്ല. പാടുമ്പോൾ ആരോഹണത്തിൽ വെള്ളിയും അവരോഹണത്തിൽ കാറ്റും വരാറുണ്ടോ? വരട്ടല്ലേ, പാടിച്ചു നോക്കി ഇഷ്ടമുണ്ടെങ്കിൽ ഒരു പാട്ട് കൊടുത്താൽ മതി. അല്ല നിന്റെ ജ്ഞാനപാഠം കാണിച്ച് വരട്ടല്ലേ. അല്ല ഞാൻ യെസ് ജിതിൻ സ്പീക്കിംഗ്. എന്ത് ജാനവും മാനിയും ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. എന്റെ സൗകര്യത്തിന് റെക്കോർഡിങ്ങിന് വരാൻ പറ്റുമെങ്കിൽ അവര് പാടിയാ മതി. എന്ത് കൃഷ്ണദാസന്റെ കമ്പനിക്ക് കാസറ്റ് കൊടുക്കാനൊന്നും എന്നെ കിട്ടില്ല, എന്റെ പാട്ട് കിട്ടില്ല. സൗകര്യം ഉണ്ടോ പാടിയാ മതി എന്നോട് പറഞ്ഞുതരും. അല്ലെങ്കിൽ ഞാൻ പുതിയ പിള്ളേരെ കൊണ്ട് പാടിച്ച് ഞാൻ പാട്ട് ഹിറ്റാക്കും. എനിക്കറിയാം പാട്ട് ഹിറ്റാക്കാൻ. ഓക്കെ ഓക്കെ, ഞാൻ വന്നേക്കാം. ഓക്കെ ഓക്കെ. ഇന്ന് ഞാൻ അല്പം ബിസിയാണ്, നാളെ വരും. കുട്ടിയുടെ പാട്ട് എനിക്കൊന്ന് വിശദീകരിച്ച് കേൾക്കണം. അല്ല ഇങ്ങനെ സ്ഥിരമായിട്ട് നടത്തിക്കാനുള്ള പരിപാടിയാണോ? ഇല്ലടേ, നാളെ ശരിയാക്കാം. ധൈര്യമായിട്ട് പോകാമല്ലോ. ധൈര്യമായിട്ട് പോകും. ഏതാ കേസ്? ചുമ്മാ ശരീരം മോശമല്ല, ശാരീരം അല്പം മോശമാണെങ്കിലും ഞാൻ പരിഗണിക്കാം. ഞാൻ ശ്രമിക്കണം. ഇപ്പൊ പറഞ്ഞിരിക്കരുത്, മേലാൽ ആവർത്തിക്കരുത്. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ. നീ ഒരുമാതിരി ബെല്ലും ബ്രേക്കും ഇല്ലാന്ന് പെരുമാറിക്കളെ. ഇതൊക്കെ നേരത്തെ എഴുന്നള്ളിക്കണ്ടേ? എന്നാ ഇനി പേടിക്കണ്ട. നാളെ പെങ്ങളെയും കൂടെ അയച്ചോണ്ടാ മതി. അവളെ പാട്ടുകാരിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നമ്മുടെ വീട് തന്നെ. പ്രൈവറ്റ് സെക്രട്ടറി ടി കെ കുമാരൻ സ്പീക്കിംഗ്. എന്തോന്ന് ഷീറ്റോ, റബ്ബർ ഷീറ്റോ, ബെർഷീറ്റോ, പാൽ ഷീറ്റോ? എടോ എന്നാ അതൊന്ന് മലയാളത്തിൽ പറഞ്ഞൂടെ? ഒരു രക്ഷയില്ലാശാന് 3 മാസത്തേക്ക് ഫുൾ ബുക്കിംഗ് ആണ്. ഞാൻ എന്ത് ചെയ്യാനാ? പിന്നൊരു കാര്യം അതും പറഞ്ഞില്ലെങ്കിൽ ഇങ്ങോട്ട് വരരുത്. സോറി സോറി സോറി, മാക്സിമം സോറി. എന്തോന്ന് ഞാൻ ആരാന്നോ? നിന്റെ തന്ത രാജാവേ. ഞാൻ ആരാ? ഹലോ, റെക്കോർഡിംഗ് തിയേറ്ററാണോ? ദാസപ്പിന് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലെന്നോ എന്ന് പറഞ്ഞാൽ ഒക്കും ആശാനെ. എന്തോന്ന് ഒരു ദിവസം 10ഉം 15ഉം റെക്കോർഡുകളല്ലേ? നമുക്ക് എല്ലാവർക്കും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണ്ടേ? ഒരു സാലറിയല്ലേ ഉള്ളൂ. ഇതാ ഞങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞു. പിന്നെ റെക്കോർഡിംഗ് തിയേറ്ററിന് 4-5 പ്രാവശ്യം ഫോൺ വരുന്നത്. അവർ തീക്കനൽ ചവിട്ടി നിൽക്കുകയാണ്. പോവാ. അല്ല എന്റെ ഇന്ത്യൻ എക്സ്പ്രസ് അവിടെ. ഇനി ഇത് വായിക്കാം. എല്ലാവരും ഒന്ന് വഴിമാറും കണ്ടു കാണാൻ പാടില്ല. നിങ്ങൾക്ക് മാറൂ. നിങ്ങൾ കാറിൽ പോയി കയറി ഇരുന്നോളൂ. ഞാൻ അവരോട് സംസാരിക്കട്ടെ. പിന്നെ ഇന്ന് സംസാരിക്കാൻ തീരെ സമയമില്ല. 3 റെക്കോർഡിംഗ് ഉള്ളതാണ്. സോറി, മാക്സിമം സോറി കേട്ടോ. ഞാൻ വരട്ടെ. രാജാ, ഞാനിവിടെ കയറാം. ഞാനിവിടെ കയറാം.
വള്ളിത്തേരിൽ അല്ലിത്തേനും മുല്ലപ്പൂവും ചുണ്ടിൽ നിന്നും ചുണ്ടത്തേകാൻ ഉണരുമാരാധന ഒഴിയും നിറദീപങ്ങൾ ഉയരും പൂവിളികൾ ഒഴിയും നിറദീപങ്ങൾ ഉയരും പൂവിളികൾ തുമ്പി തുള്ളു തുള്ളു തുമ്പി തുമ്പി തുള്ളു തുള്ളു തുമ്പി തുമ്പപ്പൂക്കാറ്റിൽ താനെ ഊഞ്ഞാലാടി തുമ്പിപ്പെൺ താളം താളം തുള്ളിപ്പാടി കളഭതളികയുമായി തുളസിമാലയുമായി കളഭതളികയുമായി തുളസിമാലയുമായി പൊന്നിൻ ചിങ്ങം തങ്ക കയ്യിൽ അന്തിച്ചോപ്പിൻ വർണ്ണം കൊണ്ട ഭൂമി പെണ്ണിൻ ഭൂമി മൂടും അഴകിൻ ശാലീനത ഒഴുകും പൊലിമേളകൾ തെളിയും തിരുവോണങ്ങൾ ഒഴുകും പൊലിമേളകൾ തെളിയും തിരുവോണങ്ങൾ തുമ്പി തുള്ളു തുള്ളു തുമ്പി തുമ്പി തുള്ളു തുള്ളു തുമ്പി തുമ്പപ്പൂക്കാറ്റിൽ താനെ ഊഞ്ഞാലാടി തുമ്പിപ്പെൺ താളം താളം തുള്ളിപ്പാടി കരളിൽ വിരിയും ഒരു തളിരു പുലരിയുടെ രോമാഞ്ച തേരോത്സവം തുമ്പി തുള്ളു തുള്ളു തുമ്പി രാജാവേ അപ്പം ചുരുക്കി പറഞ്ഞ ശാലിനി കുഞ്ഞിന് കണ്ണു കാണാനുള്ള കാരണം ആ പൊട്ടൻ കുട്ടനാണല്ലേ? ഒന്ന് പതുക്കെ പറയണ. ജയിലിൽ വെച്ച് അവൾ അവനെ അറിഞ്ഞില്ല. പക്ഷെ പുറത്തിറങ്ങിയാൽ രണ്ടുപേരും തമ്മിൽ കാണാനും അവൾ അവനെ തിരിച്ചറിയാനും സാധ്യതയുണ്ട്. അയ്യോ, അങ്ങനെ വല്ലതും സംഭവിച്ചു പോയാ നമ്മള് ഗ്ലാമർ കൊണ്ട് തെറിച്ചു പോകും എന്റെ പൊന്നാണോ. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ശരി അവൾ അവനെ കാണരുത്. എപ്പോഴും അവളുടെ ചുറ്റും ഒരു കണ്ണുണ്ടായിരിക്കണം. എന്നെങ്കിലും അവർ തമ്മിൽ കാണാനിട വന്നാൽ നിന്റെ കുടല് വലിച്ച് ഞാൻ പുറത്തിടും. രാജാവേ, പൊട്ടല് വലിക്ക് പുറത്തിട്.
ശാലിനിയുടെ വിലയേറിയ നിമിഷങ്ങളിൽ ഒരല്പനേരം എനിക്ക് വേണ്ടി ചോദിച്ചതിൽ വിരോധമുണ്ടാവില്ലെന്ന് കരുതുന്നു. രാമേട്ടൻ എന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, ഇത്രയും നേരം വല്ലോ മൂളിയ അതിനും കാശല്ലേ? ഞങ്ങൾ ഡോക്ടർമാര് കാലത്ത് മുതൽ വൈകുന്നേരം വരെ വെട്ടി കീറി മുറിച്ച് വെച്ച് കെട്ടിയിട്ട് അതിന് 10 കാശ് ചോദിച്ചാ വലിയ പാവമായി പോവും. ആ, സാമൂഹ്യ സേവനമല്ലേ? അല്ല, ഇതൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. അവനവന്റെ തലയെ വരച്ചതല്ലേ അവനവന് കിട്ടൂ. നമുക്ക് ജനിച്ചപ്പോ തൊട്ട് കഷ്ടകാലമാണ്. ഇല്ലെങ്കിൽ ലോകത്ത് എത്രയോ നല്ല പേര് കിടക്കുന്നു. എന്നിട്ടും നമ്മുടെ ഫാദേഴ്സിന് നമുക്കിടാൻ കിട്ടിയ പേര് രാമകൃഷ്ണപിള്ള. പേര് കേൾക്കുമ്പോൾ പലരും ചോദിക്കുക, കമ്പൗണ്ടർ ആണോ? അല്ല, ഞാൻ ബോറടിപ്പിക്കുന്നില്ലല്ലോ. ഇല്ല. ഒരൽപ്പം ബോറടിപ്പിക്കുന്ന ഉദ്ദേശത്തിലാണ് വന്നിരിക്കുന്നത്. സഹിക്കാതെ നിവർത്തിയില്ല. എന്റെ ജീവിതത്തിലെ മനോഹരമായ ഒരു നിമിഷം ഒരു മനോഹരമായ അന്തരീക്ഷത്തിലായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതാണ് ഇവിടെ വരാൻ പറഞ്ഞത്. 1-2 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ കൊള്ളാമെന്ന്. ശാലിനിക്ക് ഞാനൊരു വഴക്കും കൊള്ളാത്തവനാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? എന്താ രാമേട്ട ഇത്? ഉണ്ടോ? ചോദ്യങ്ങൾക്ക് ഒറ്റ വാക്യത്തിൽ ഉത്തരം പറയാം. ഞാനൊരു ആഭാസനാണെന്ന് തോന്നിയിട്ടുണ്ട്? ഒറ്റ വാക്യം. ഇല്ല. ഒരു ശ്രീലംബടനാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഒരു ക്രൂരനാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. അവശ്യം സ്നേഹിക്കാൻ കഴിവുള്ളവനാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. ഒരു പെൺകുട്ടിയുടെ സങ്കല്പത്തിന് പറ്റിയ ഭർത്താവാകാൻ യോഗ്യതയുള്ളവനാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. ഷുവർ? എന്നാൽ ഇനി അധികം വളച്ചു കിട്ടുന്നില്ല. എന്താ, സമ്മതമാണോ? എന്തിന്? ഒരു താലി അമ്മ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ള പെണ്ണിന്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളാൻ പറഞ്ഞു. എന്താ, കെട്ടിക്കോട്ടെ? സമ്മതിക്കാൻ നാണമാണെങ്കിൽ ഒന്ന് മൂളിയാ മതി. രാമേട്ടൻ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ്. ശ്രീയേട്ടൻ വരാൻ വേണ്ടി മാത്രം കാത്തിരിക്കുകയാണ് ഞാൻ. ശാലിനി, എനിക്ക് കാഴ്ച കിട്ടുന്നതുവരെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. കാഴ്ച കിട്ടിയാൽ ഉടനെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എല്ലാം കണ്ടു, എല്ലാവരെയും കണ്ടു. പക്ഷേ എന്റെ ശ്രീയേട്ടനെ മാത്രം കണ്ടില്ല. ശാലിനി ഇതുവരെ ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. വരുമെന്ന് വിചാരിച്ചു, വന്നില്ല. ഇനിയിപ്പോ ഒന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എനിക്ക് പേരും പണവും ഒന്നും വേണ്ട രാമേട്ട. ശ്രീയേട്ടനെ ഒന്ന് കണ്ടാ മാത്രം മതി. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അമ്മ എപ്പോഴും പറയാറുണ്ട് രാഘവനെ നോക്കിയിട്ട് പോകാൻ. എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ലായിരുന്നു. ഇന്നുവരെ ഞാനത് നോക്കിയിട്ടുമില്ല. ഇന്നാണ് ആദ്യമായി രാഘവാനം നോക്കി പുറത്തിറങ്ങിയത്. ഈ രാഘവാനത്തിലൊന്നും വലിയ കാര്യമില്ല, അല്ലേ ശാലിനി? രാമകൃഷ്ണപിള്ളയ്ക്ക് വിധിച്ചതേ രാമകൃഷ്ണപിള്ളയ്ക്ക് കിട്ടും. അല്ല, ഇതാര്? ശ്രീകുട്ടനോ? എടാ മോനെ, നീ എപ്പോ വന്നടാ? നിനക്ക് വിശക്കുന്നുണ്ടോ? എടാ മോനെ, അവനോന് വിധിക്കുന്നതേ അവനോന് കിട്ടൂ. നിന്നെ കട്ടവനെന്നും മോട്ടിച്ചവനെന്നും വിളിക്കാൻ ഒരുപാട് പേര് കാണും. പക്ഷേ നിന്റെ കാക്കാത്തിമ്മയ്ക്ക് എല്ലാം അറിയാം. ചിക്കു ഇപ്പോ വലിയ ആളായി കാണും, അല്ലേ കാക്കാത്തിയമ്മ? ഈ അമ്പലത്തിന്റെ നടയില് ഞാൻ ഇരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായെന്നറിയോ? അന്ന് തൊട്ട് ഇന്ന് വരെ ഒരുപാട് പേര് ഇവിടെ തൊഴാൻ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലര് കുറച്ചുനാൾ സ്ഥിരമായിട്ട് കാണും. കുളിച്ച് കുറിയും തൊട്ട് നാരായണാന്നും പറഞ്ഞു വരും. ഭഗവാന്റെ കാല് പിടിച്ച് കാര്യം സാധിക്കും. പിന്നെ കുറച്ചു നാളേക്ക് തിരിഞ്ഞു നോക്കില്ല. പിന്നെ വരും അടുത്ത പ്രശ്നം ഉണ്ടാവുമ്പോ. നല്ലത് വരുമ്പോ മനുഷ്യൻ ദൈവത്തിനെ പോലും മറക്കുന്നു. അപ്പൊ പിന്നെ മനുഷ്യൻ മനുഷ്യനെ മറക്കുന്നതില് എന്താ കുട്ടി തെറ്റ്? ചിക്കു നല്ല കുട്ടിയാ കാക്കാത്തിയമ്മ. കാക്കാത്തിയമ്മ നോക്കിക്കോ, എന്നെ കണ്ടാല് ഞാനാന്നറിഞ്ഞാല് അവൾ ഓടി വരും, ഇല്ലേ കാക്കാത്തിയമ്മ?
വരും മോനെ, അവള് നല്ല പെണ്ണ. ഒരു ദിവസം വരും. കാക്കാത്തി, കാക്കാത്തി സ്ഥിരമായിട്ട് ഇവിടെ ആണോ ഇരിക്കുക? അതെ. എന്താ സാറേ? കാക്കാത്തിക്ക് ഈ അമ്പലത്തില് വരണവരെയും പോണവരെയും ഒക്കെ അറിയോ? സ്ഥിരമായിട്ട് വരുന്നവരെ അറിയും. ശ്രീ എന്ന് പേരുള്ള ഒരാളെ അറിയോ? ഒരു ഏലക്ക മുതലാളി. ഏലക്ക മുതലാളിയോ? വലിയ പണക്കാരനാ, കാറിലൊക്കെയാ വരിക, ചെറുപ്പക്കാരനാ. അങ്ങനെ ഒരാളെ ഇവിടെ സ്ഥിരമായിട്ട് വരാറുള്ളത് എനിക്കറിയില്ല. എന്താ കാര്യം? കാക്കാത്തി ഒന്നുകൂടെ ഓർത്തു നോക്കി. എന്റെ സത്തരയും കണ്ണിപ്പെടാതെ 2 പ്രാവശ്യം ഒരുത്തൻ ഈ വഴി പോവില്ല. പക്ഷേ ഒരു ചെറുപ്പക്കാരൻ ഷീ എന്ന് പറയുന്നവൻ ഏലക്കാ മുതലാളി തന്നെ ആണോ? അതെ. അങ്ങനെ ഒരാളെ എനിക്കറിയില്ല. എനിക്കറിയില്ലെന്ന് വെച്ചാ ഇവിടെ പിന്നെ ആർക്കും അറിയില്ല. സാറേ, കൈ നോക്കട്ടെ സാറേ, ബലം പറയാം. വേണ്ട, കഷ്ടകാലം എന്റെ ഉച്ചയില് കുന്തവും പിടിച്ചു നിൽക്കുന്ന കാലമാ. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞാലേ എന്റെ കാക്കാത്തി ഞാൻ ഈ കുളത്തിൽ ചാടേണ്ടി വരും. പോട്ടെ. കിട്ടി. പക്ഷേ ശാലിനി കുറച്ചു കാലം കൂടി കാത്തിരിക്കേണ്ടി വരും. ശ്രീ എന്നല്ലേ ശാലിനി പറഞ്ഞത്? അതെ, അങ്ങനെ എനിക്കറിയൂ. ഏലം ബിസിനസ് തന്നെയാണെന്ന് തീർച്ചയാണ്. അതെ, എന്നോട് ശ്രീയേട്ടന് കള്ളം പറയേണ്ട ഒരു കാര്യമില്ല. എന്താ രാമേട്ട, എന്തെങ്കിലും വിവരം കിട്ടിയെങ്കിൽ പറയൂന്നേ. ആളെ പിടികിട്ടി. പക്ഷെ ആള് ജർമ്മനിയിൽ ഒരു ടൂർ പോയിരിക്കുകയാണെന്നാണ് കേട്ടത്. ഒരു 3-4 മാസം കഴിഞ്ഞേ വരുള്ളൂ അത്രേ. രാമേട്ടൻ സത്യമാണ് പറയുന്നത്? ഞാനെന്തിനാ ശാലിനിയോട് കള്ളം പറയുന്നത്? ഞാൻ അന്വേഷിച്ചപ്പോ കിട്ടിയ വിവരമാണ്. തിരിച്ചു വരാതെ കാണാൻ പറ്റില്ലല്ലോ. ജർമ്മനിയിലെ അഡ്രസ് ഒന്നുമില്ല. ടൂർ എന്ന് പറയുമ്പോ പല സ്ഥലത്തും പോയിക്കൊണ്ടിരിക്കും. ഏതായാലും ആളെ പിടികിട്ടിയ സ്ഥിതിക്ക് ശാലിനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാമല്ലോ. ശ്രീയേട്ടനെ കാണുന്നതുവരെ എനിക്കൊരു സമാധാനമില്ല. ശാലിനിയെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സ്നേഹിച്ചു പോയവരെ നഷ്ടപ്പെട്ടാലുണ്ടാവുന്ന വേദന അതെനിക്കും അറിയില്ലേ. സോറി, ഞാൻ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞുപോയി. വൈകുന്നേരം കാണാം. ജർമ്മനിയിലെ എന്തെങ്കിലും കോണ്ടാക്ട് നമ്പർ കിട്ടിയാൽ ഞാൻ അറിയിക്കാം. എങ്ങോട്ടാ? ഒന്നുമില്ല. കടന്ന് പുറത്തു പോണോ? ശാലിനി. ശാലിനി? എന്ത് ശാലിനി? ഏത് ശാലിനി? കടന്ന് പോണ പുറത്ത്. പുറത്തു പോണ പുറത്ത്. എങ്ങോട്ടാണോ പോണത് നീ? പുറത്തു ശാലിനിയെ കാണണം. ഇങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ പട്ടി കഴിച്ചൂടെ? പട്ടി കഴിച്ചൂടെ? എന്താ അവിടെ ബഹളം കുമാരാ? എന്നോട് എന്ത് വേണം? എനിക്ക് ശാലിനിയെ കാണണം. അത്രേ ഉള്ളു. ഇരിക്ക്. നീ മിണ്ടാതിരി. ഇരിക്ക്. കേറി വന്നിരിക്കുന്ന അങ്ങനെ നിനക്കെന്നെ അറിയില്ലേ?
ഇരിക്ക്. ജയിലിൽ നിനക്ക് സുഖമായിരുന്നോ? ശാലിനി എവിടെ? അവൾ ഇപ്പൊ വരും. എനിക്കറിയാം, ശാലിനി എന്നെ മറക്കില്ല. അവൾക്ക് മറക്കാൻ കഴിയില്ല. തീർച്ച? തീർച്ച. എടാ മണ്ട, മരമണ്ട, ഇന്ന് അവളുടെ നിലയും വിലയും എന്താണെന്ന് നിനക്കറിയാമോ? എനിക്കറിയാം. എന്തറിയാം? അവൾ ഇന്ന് മണിമാളികയിൽ ജീവിക്കുന്നു. നീയോ? അല്ല, വല്ല സഹായത്തിനുമാണെങ്കിൽ എന്നോട് ചോദിച്ചാ മതി. ഞാൻ സഹായത്തിനൊന്നും വേണ്ടി വന്നതല്ല. എനിക്ക് ശാലിനി ഒന്ന് കണ്ടാ മതി. കണ്ടൊരു വാക്ക് സംസാരിച്ചാ മതി. ഞാൻ ഒന്ന് കണ്ടോട്ടെ. വേണ്ട, ഒന്നും പറയണ്ട. തൽക്കാലം നിന്നെ കാണാൻ ആൾക്കാർ വന്നു കഴിഞ്ഞു. നീയാണ് ബഹളം ഉണ്ടാക്കിയത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അവരെ ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. എന്താ ചേട്ടാ? ആരാണ് നിന്നെ കാണാമെന്ന് ബഹളം വെച്ചതാ? ഇവിടെ ആരില്ലേ? എന്ത് വേണം? ഇവിടുത്തെ വല്യമ്മയില്ലേ? നിങ്ങളാരാ? നിന്റെ തള്ള. പോയി വിളിക്കടാ. എന്നെ മനസ്സിലാവോ എന്തോ? കാക്കാത്തി അമ്മ എന്ന് എന്നെ എല്ലാരും വിളിക്കും. കാക്കാത്തിയമ്മ വരൂ, ഇരിക്കൂ കാക്കാത്തിയമ്മ. നിന്റെ സൽക്കാരം സ്വീകരിക്കാനല്ല ഞാനിവിടെ വന്നത്. നിനക്ക് കാഴ്ച കിട്ടിയെന്ന് ഞാൻ കേട്ടു. നീ ഇപ്പൊ വലിയ പാട്ടുകാരിയാണെന്നും കേട്ടു. നിനക്ക് ഒരുപാട് പണമുണ്ട്, അതിനൊക്കെ അഹംഭാവം ഉണ്ടെന്നും കേട്ടു. അപ്പൊ പിന്നെ നിന്നെ ഒന്ന് കാണണമല്ലോ. കാണാതെ ഈ കാക്കാത്തിയമ്മ എങ്ങനെ വിശ്വസിക്കും? കാക്കാത്തിയമ്മ മേലിൽ അങ്ങനെ വിളിച്ചു പോരും. പണ്ട് അമ്പലത്തിന്റെ മുമ്പിൽ ഒരു പൊട്ടി പൂക്കാരി പെണ്ണുണ്ടായിരുന്നു. അവളെന്നെ കാക്കാത്തിയമ്മയെന്ന് വിളിച്ചിരുന്നു. അന്ന് ഞാൻ വിളി കേട്ടിരുന്നു. ഇന്ന് ആ സ്ഥാനത്ത് നിന്നെപ്പോലൊരു നന്ദിയില്ലാത്ത നായി വിളിച്ചാലേ ആ മുഖത്ത് നോക്കി ഞാൻ ആട്ടും. എന്നെ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതേടി, എന്റെ ധാരണകൾ മുഴുവനും തെറ്റിപ്പോയി. നീ ഒരു പാവമാണെന്ന് ഞാൻ വിചാരിച്ചു. തെറ്റിപ്പോയി. ഒരു നല്ല മനസ്സുള്ളവളാണെന്ന് വിചാരിച്ചു. തെറ്റിപ്പോയി. സ്നേഹിക്കാൻ അറിയാവുന്നവളാണെന്ന് വിചാരിച്ചു. അവിടെയും തെറ്റിപ്പോയി. നിന്റെ കണ്ണിന് കാഴ്ച കിട്ടിയെന്ന് എല്ലാരും പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു, സന്തോഷിച്ചു. അവിടെയും എനിക്ക് തെറ്റുപറ്റിപ്പോയി. നീ ഇപ്പോഴാണ് കുരുടിയായത്, പൊട്ടിയായത്. നിന്നെ സ്നേഹിച്ചവരെയും സഹായിച്ചവരെയും കാണാൻ, കണ്ടാലും തിരിച്ചറിയാൻ നിന്റെ കണ്ണിന് കാഴ്ചയില്ല. കാക്കാത്തിയമ്മ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാവില്ലടി. നിനക്ക് മനസ്സിലായാലും നിനക്ക് മനസ്സിലായാലും നീ നടിക്കും. നിനക്ക് ഈ കണ്ണും കാഴ്ചയും പ്രതാപവും ഒക്കെ ഉണ്ടാക്കി തന്ന ആ പാവം ചക്കനെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ല അല്ലേ? നിന്റെ മുമ്പിൽ അവൻ കരഞ്ഞു വിളിച്ചിട്ടും നിനക്കവനെ മനസ്സിലായില്ല അല്ലേടി? ഓ, നിന്റെ അന്തസ്സിന് ചേർന്നതാവില്ലല്ലോ അത്. എന്താ പ്രശ്നം? എന്താ നിങ്ങൾക്ക് കാര്യം ഇവിടെ? അല്ല, പരിവാരങ്ങൾ മുഴുവനും ഉണ്ടല്ലോ ഇവിടെ തിന്നു മുടിക്കാൻ. കാക്കാത്തിയമ്മ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. ഇനി എനിക്കൊന്നും കേക്കണ്ട. എല്ലാം നേരിക്കണ്ടല്ലോ, മതി, സമാധാനമായി. ആരെയൊക്കെ നീ മറന്നാലും അവനെ നീ മറക്കരുത്. നിന്റെ ശ്രീകുട്ടൻ, ഞങ്ങളുടെ തെരുവിലെ ഞങ്ങളുടെ പൂക്കാരി പെണ്ണ് മണിമാളികയിൽ എത്തിക്കണ്ടതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. പക്ഷെ മറക്കല്ലു മോളെ, കഴിഞ്ഞതൊന്നും മറക്കല്ല. മര്യാദയ്ക്ക് നിങ്ങൾ ഇറങ്ങി പോകുന്ന അതോ ഞാൻ ചവിട്ടി ഇറങ്ങി പോണതിന് മുമ്പ് എനിക്ക് ഒന്നുകൂടെ പറയാനുണ്ട്. നിനക്ക് ഇനിയും തെരുവിൽ ഇറങ്ങരുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലുള്ള പട്ടികളോടെ വളർത്തരുത്. കാക്കാത്തിയമ്മേ, ഹലോ, രാമേട്ടനല്ലേ?
ശ്രീകുട്ടാ, നീ എന്തോന്നും മിണ്ടാത്ത? എന്താ അത്? നീ കുടിച്ചിട്ടുണ്ടോ? ഞാൻ കുടിച്ചു കാക്കാത്തിയമ്മ. എനിക്ക് ആരുമില്ല, എനിക്ക് ഈ ലോകത്ത് ആരുമില്ല. എല്ലാം എന്റെ വിധിയാണ്. കാക്കാത്തിയമ്മയ്ക്കറിയാം, ഈ തെരുവ് വന്ന ശേഷമാണ് ഞാൻ ഒന്ന് മനസ്സ് തുറന്ന് ചിരിച്ചത്. ശാലിനിയെ കണ്ട ശേഷമാണ് എന്നെ ഇഷ്ടപ്പെടാൻ ആരെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചത്. എനിക്ക് തെറ്റുപറ്റിപ്പോയി. അവള് വലിയ ആളായ പിന്നെ എന്നെ മറന്നുപോയി. കാക്കാത്തിയമ്മ എന്നെ അറിയാമെന്ന് പറയുന്ന പോലും അവൾക്ക് നാണക്കേടാണ്. എനിക്ക് കരയാനാ തോന്നിയത്. കരയാതിരിക്കാനാ ഞാൻ കള്ളുപിടിച്ചു. ഞാൻ പോവാണ്. എവിടേക്ക്? എനിക്കറിയില്ല. പക്ഷെ എന്റെ ചിക്കൂനെ ഞാൻ കണ്ട ഈ തെരുവില് ഇനി എനിക്ക് ജീവിക്കാൻ പറ്റൂല. ഈ തെരുവ് കാണുമ്പോഴെല്ലാം എനിക്ക് അവളെ കുറിച്ച് ഓർമ്മ വരും. ഞാൻ പോവാണ് കാക്കാത്തിയമ്മ. എല്ലാം മറക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഞാൻ പോവാണ്. ഞാനിനി വരില്ല. ഒരിക്കലും വരില്ല. ഒരിക്കലും പറ്റില്ല. എന്താ? കാക്കാത്തിയമ്മയ്ക്ക് എന്നെ ഓർമ്മയുണ്ടോ? അന്ന് ശ്രീ എന്നൊരാളെ കുറിച്ച് അന്വേഷിച്ചതായി ഓർമ്മയുണ്ടോ? ആ, ഇപ്പൊ ഓർമ്മയുണ്ട്. അത് ശാലിനി പറഞ്ഞയച്ചിട്ടായിരുന്നു. അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു അങ്ങനെ ഒരാളെ നിങ്ങൾക്കറിയില്ല. നിങ്ങൾ അന്വേഷിച്ചത് ഒരു ഏലക്ക മുതലാളിയെ കുറിച്ചായിരുന്നില്ലേ? കണ്ണു കാണാത്ത ഈ പെൺകുട്ടിയോട് ശ്രീകുട്ടൻ അഭിനയിച്ച ഒരു വേഷമായിരുന്നു ഏലക്ക മുതലാളിയുടെ. കളിയായിട്ടോ കാര്യമായിട്ടോ അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ കള്ളമാണ് ഈ തെറ്റിദ്ധാരണകളെല്ലാം ഉണ്ടാക്കി വെച്ചത്. അയ്യോ, ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ആർക്കും ഒന്നും അറിയില്ല. ആരും മനഃപൂർവ്വം ഒന്നും ചെയ്തതുമല്ല. പക്ഷേ സംഭവിക്കേണ്ടതെല്ലാം സംഭവിക്കുകയും ചെയ്തു. മോളെ, ഞാൻ ഒരുപാട് തേടി കാക്കാത്തിയമ്മേ. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരാളെ ഒരാൾക്കൂട്ടത്തിൽ ഞാൻ എങ്ങനെയാ തിരിച്ചറിയാ? ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞങ്ങൾ വന്നത് ശ്രീകുട്ടൻ എവിടെയുണ്ടെന്ന് അറിയാനാണ്. അവനെ വിളിച്ചുകൊണ്ട് പോകാനാണ്. കലങ്ങിയതൊക്കെ ഒന്ന് തെളിച്ചെടുക്കണ്ടേ? ശ്രീകുട്ടൻ എവിടെ പോയിന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി തിരിച്ചു വരില്ലെന്ന് മാത്രം പറഞ്ഞു. എവിടെയുണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. ഡോണ്ട് ബി സിലി. കം ഓൺ. മിണ്ടിപ്പോകരുത്, കൊല്ലും ഞാൻ. കൊല്ലി വരുന്നതിനും പോണെന്നൊക്കെ തുടങ്ങി ഞാൻ കോർപ്പറേഷൻ തൂളാ. എന്തോ നിന്നോട് ആ കാക്കാത്തി കഴിഞ്ഞ ഒരു ആസിഡ് പറഞ്ഞാരാ? ഞാനും കൂടെ കയറ്റി വിട്ടില്ല. അത് താഴെ കയറി ഒന്നല്ലേ. അവളെ സെക്രട്ടറി ആണെന്ന് പറഞ്ഞ് നടക്കുന്നേ. സെക്രട്ടറിക്ക് എന്താ കുഴപ്പം? കുഴഞ്ഞ കുളമായില്ലേ? നിന്നെയൊക്കെ ഇറക്കിവിടേണ്ട സമയമായി. അയ്യേ, അത് പേടിക്കണ്ട. അവൻ സ്ഥലം വിട്ടു കഴിഞ്ഞു. എവിടെയാന്ന് ആർക്കും അറിയില്ല. പക്ഷെ കണ്ടുപിടിക്കാൻ അവൾ ശ്രമിക്കും. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. ഈ കുമാരൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലേ അവര് തമ്മിൽ കാണില്ല, കണ്ടുമുട്ടില്ല. ബെയ് രാജാ ബെയ്. ഒന്ന് വെച്ചാ രണ്ട് വെച്ചാ. നീ പാട്ട് പാടാൻ പോകാതിരുന്നോണ്ടോ, റെക്കോർഡിംഗിന് പോകാതിരുന്നോണ്ടോ നിന്റെ ശ്രീയേട്ടൻ തിരിച്ചു വരാൻ പോകുന്നില്ല. നിരാശ ഒന്നിനും ഒരു പരിഹാരമല്ല. അയാളെ നമ്മൾ കണ്ടുപിടിക്കാം. ഞാനല്ലേ പറയുന്നു. എനിക്കൊരു പ്രതീക്ഷയില്ല. ഞാൻ ആർക്കു വേണ്ടി പാടുന്നു? എന്തിനു വേണ്ടി പാടുന്നു? നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് സംഗീതത്തെയും ശ്രീകുട്ടനെയുമാണ്. ശ്രീകുട്ടൻ നിനക്ക് നഷ്ടപ്പെട്ടെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഇപ്പോൾ നിന്റെ ഒരേ ഒരു ആശ്വാസം ഒരുപക്ഷെ നീ പാടുന്ന പാട്ടുകളായിരിക്കും. അത്രയും നേരത്തേക്കെങ്കിലും നിനക്ക് മറ്റെല്ലാത്തിനെ കുറിച്ചും മറക്കാൻ കഴിയും. ഇല്ല രാമേട്ട, ഇങ്ങനൊരവസ്ഥയിൽ എനിക്കിനി പാടാൻ കഴിയില്ല. ഞാനിനി പാടില്ല.
ഞാൻ ഇന്നുവരെ ഒരു കാര്യവും നിന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു ഏട്ടൻ എന്ന നിലയ്ക്ക് ആദ്യമായിട്ടും അവസാനമായിട്ടും ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇറ്റ്സ് എ റിക്വസ്റ്റ്, ജസ്റ്റ് എ റിക്വസ്റ്റ്. ഇത് നിരസിക്കുകയാണെങ്കിൽ നിന്റെ മനസ്സിലും ജീവിതത്തിലും എനിക്കൊരു സ്ഥാനവുമില്ലെന്ന് ഞാൻ തീരുമാനിക്കും. ഒരുപക്ഷെ ആ തീരുമാനങ്ങൾ കൊണ്ട് നിനക്കൊരു നഷ്ടവും വരാനില്ല. ശാലിനി, ശാലിനി ഇനിയും പാടണം.